At the outset, I express my deepest gratitude to Dr. Adul for inviting me for presenting a topic in dermatology. Because I know that even the subject dermatology is a neglected specialty in the MBBS curriculum. And അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും എനിക്കറിയാം MBBS കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഡെർമറ്റോളജി വലിയ വിവരമില്ലാതെ നമ്മൾ ഇറങ്ങുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ അന്നും MBBSന് എനിക്ക് ഡെർമറ്റോളജിയിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്നു. ഐ ആം സ്റ്റുഡൻറ്റ് ഓഫ് മാത്തറോയിസ് സാർ. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ BK നായർ എന്ന് പറഞ്ഞ ഒരു വലിയ ജയൻറ്റിൻ്റെ അണ്ടറിൽ ഞാൻ സീനിയർ സയൻസ് ചെയ്തിട്ടാണ് പിന്നെ MD ഡെർമറ്റോളജി എടുത്തത്. All of you know the definition of palliative care. അതിലോട്ട് പോകുന്നില്ല. Let us see how we can reduce the suffering of patients with the dermatology problem. What is special about dermatology? All of you know that skin is a sensitive, dynamic boundary carrying out so many functions like barrier function, temperature regulation, immunity, shock absorber, and also last aesthetic function. And when unlike most other organs which count 100 to 250 diseases or conditions, skin has a complement of 1000 to 2000 conditions. The reason is it is the largest and visible organ, and major systemic diseases have skin manifestations. And addressing dermatological issues in palliative care enhance patients' comfort and dignity. ഞാനിത് ഈ ഒരു ടോപ്പിക്ക് വരുന്നതിന് തന്നെ കാരണം നിങ്ങൾക്കറിയാം, കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ്റെ ഡോക്ടർ അനിൽ പലേരി ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം 300 IMA മെമ്പേഴ്സിനാണ് പാലിയേറ്റീവ് കെയറിൽ ട്രെയിനിങ് കൊടുത്തത്. അതിൻ്റെ ചെയർമാൻ കഴിഞ്ഞ വർഷം ഞാനായിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. ഇപ്പം 10 ഓൺലൈൻ ക്ലാസ്സാണ്, 10 സൂമിൽ ഓൺലൈൻ. പക്ഷെ അതിലെല്ലാം എനിക്ക് കാണാൻ ടീച്ചിങ് ഇഷ്ടമുള്ളതുപോലെ ക്ലാസ് കേൾക്കാനും എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാനപ്പോൾ ആ സൂമിൽ ഇല്ലാത്ത സമയം ഞാൻ ആക്ച്വലി ഒരു ബിസി ഡെർമറ്റോളജിസ്റ്റാണ്, ക്ലിനിക്കൽ കോസ്മെറ്റോളജി അല്ല, ക്ലിനിക്കൽ ഡെർമറ്റോളജിസ്റ്റ്. അപ്പോൾ ഈ സൂമിലുള്ള ക്ലാസ്സിലെല്ലാം ഞാൻ കയറിയിരുന്ന് ഓരോ ടോപ്പിക്കും ഞാൻ കേൾക്കും. അപ്പോൾ ലാസ്റ്റ് 10 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഡെർമറ്റോളജി ആകെ ബെഡ്സോർ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ 10 ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഓഫ്ലൈൻ പരീക്ഷയുണ്ട്. അപ്പോൾ മൊത്തം 4 പരീക്ഷയാണ് നടന്നത്. 2 കോഴിക്കോട് വെച്ച് നടന്നു, ആലുവയിൽ വെച്ചൊരു പരീക്ഷ, പിന്നെ ട്രിവാൻഡ്രം IMA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച്. അപ്പോൾ കോഴിക്കോട് വരെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഓഫ്ലൈനിൽ ആലുവയും ട്രിവാൻഡ്രവും ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം ട്രിവാൻഡ്രത്ത് വെച്ചുള്ള മീറ്റിങ്ങിൽ അവിടെ ഡിസ്കഷനും എല്ലാം നടന്നപ്പോൾ ഞാൻ ഡോക്ടർ അനിലിനോട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ 87 തൊട്ട് ഹോം വിസിറ്റ് നടത്തി ഇഷ്ടം പോലെ പേഷ്യൻസിനെ, ബെഡ്രിഡൻ പേഷ്യൻസിനെ സ്കിൻ പ്രോബ്ലം കണ്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. 87 മുതൽ. അപ്പോൾ എത്ര വർഷമായി? പക്ഷേ ഇത്രയും ക്ലാസ്സസ് വന്നിട്ട് അതിനകത്ത് ഡെർമറ്റോളജിക്ക് ഒരു അല്പം പോലും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞുള്ള ക്ലാസ്സിനുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അനിലാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്ത് ഡെർമറ്റോളജി ഇൻ പാലിയേറ്റീവ് കെയറിന് ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് വരണം എന്ന് എന്നോട് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ മെഡിസിറ്റിയിൽ നമുക്ക് ഇല്ലാത്ത ബുക്കില്ലല്ലോ, ഇഷ്ടംപോലെ റെഫറൻസ് ബുക്കുകൾ, ജേണൽസ്, പിന്നെ എൻ്റെ വീടും വലിയൊരു ലൈബ്രറിയാണ്, ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. ഒത്തിരി റെഫർ ചെയ്ത് നോക്കി, ജേണൽസ് എല്ലാം നോക്കി, അങ്ങനെ ടോപ്പിക് ഇല്ല ഒരു ബുക്കിലും. പിന്നെ ഞാനെങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഞാൻ ഡോക്ടർ അനിലിനോട് ഏറ്റവും പോയി ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും വർഷം 87 മുതൽ കണ്ട കേസുകളെല്ലാം ഞാൻ റിക്കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് അതാണ് പ്രസൻറ്റേഷനാണെന്ന് ആരും വിചാരിക്കരുത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ ബെനിഫിറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയധികം കേസ് കണ്ടിട്ടുള്ളൊരു ടോപ്പിക്സാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ദിസ് ആൻ ആപ്റ്റ് proverb for dermatology. What the brain does not know, the eyes will not see. പിന്നെ ഒരു സെക്കൻഡ് പോയിന്റ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും മെഡിസിറ്റി പറയുന്ന ഒരു സെൻറ്റൻസാണ്, കീൻ ഒബ്സർവേഷൻ ഈസ് ദ എസെൻസ് ഓഫ് ഡെർമറ്റോളജി. അപ്പം അങ്ങനെ നേരെ നോക്കിയാലേ നമുക്ക് ഡയഗ്നോസ് എത്താൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും നോക്കി മരുന്നെഴുതുമ്പം ഒരു സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ് എഴുതിയിട്ട് പോകുന്ന ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ സ്കിൻ ക്ലെൻസിങ്ങിനിവിടെ ഷീബ വളരെ നന്നായിട്ട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. മൈൽഡ് സോപ്പ് ആൻഡ് അപ്പം ഈ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും ശരിക്കും ഒരു ജനത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ്, ശരിക്കും ഞങ്ങളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാൻ MD പഠിച്ചത്. പ്രൊഫസർ ഗോപിനാഥൻ ജയൻ്റ് ഇൻ ഡെർമറ്റോളജി സാർ എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, സോപ്പിൻ്റെ പദം എന്ന് പറഞ്ഞാൽ കുമിളകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്.
അതിനകത്ത് ബാക്ടീരിയയും ഫംഗസും വൈറസും പാരസൈറ്റും എല്ലാം കുരുങ്ങിപ്പോവും. സോപ്പ് ആൻഡ് വാട്ടർ വാഷ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ എൻ്റെ പേഷ്യൻറ്റിനോടും പറയുന്ന ഒരു സെൻറ്റൻസ് ആയതിപ്പോൾ. കാരണം എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്കിന്നിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോപ്പ് തൊടത്തില്ല, നനയ്ക്കത്തുമില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴാണത് കുളമാകുന്നത്. അപ്പോൾ സോപ്പ് ആൻഡ് വാട്ടർ വാഷ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അവോയ്ഡ് യൂസ് ഓഫ് എക്സ്ഫോളിയേറ്റീവ് സ്ക്രബ് ആൻഡ് ബ്രഷ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും നിറച്ചിങ്ങനെ സ്പോഞ്ച് തൂക്കി ഇട്ടേക്കുമല്ലേ, എല്ലാം വാങ്ങിക്കും. അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തൊരു ചകിരി ഉരയ്ക്കും, അല്ലെങ്കിൽ ഇഞ്ച വാങ്ങിക്കും. അങ്ങനെ എന്നിട്ട് ഉരയ്ക്കുമ്പോൾ ശരിക്കും ഒരു കാര്യം ഓർക്കണം, സ്കിന്നിൻ്റെ സർഫസ് എന്ന് പറയുന്നത് നല്ല സ്മൂത്താണ്, ഗ്ലേസിങ് ആണ്. ആ ഗ്ലേസിങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്കിന്നിൻ്റെ ബാരിയർ ഫങ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫങ്ഷൻ നിർവഹിക്കുന്നത് നമ്മുടെ ഡെഡ് ലെയർ സ്കിന്നെന്ന് നമ്മൾ പറയുന്ന കെരാറ്റിൻ ലെയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കെരാറ്റിൻ ലെയറിന് വളരെ കൂടുതലാണ്. നമ്മൾ കുളിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കെരാറ്റിൻ ലെയർ വെള്ളം വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ ആ കുതിർന്ന തൊലിയാണ് സ്ക്രബ് വെച്ച് ഉരച്ച് പൊട്ടിച്ചിട്ട് അണുക്കൾക്കകത്തോട്ട് കയറാൻ നമ്മൾ വഴി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് സ്ക്രബ് ഒഴിവാക്കണം. പിന്നെ സോപ്പ് വിത്ത് ഫ്രാഗ്രൻസ് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് ക്യാൻ ബി ഇറിറ്റേറ്റ്. ഇപ്പോൾ ഡെറ്റോളിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. ശരിക്കും ഒരു വീട്ടിൽ ഡെറ്റോളിൻ്റെ ഒരു പ്രോഡക്റ്റ് ഒരു വീട്ടിൽ കയറ്റരുതെന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ പാലിയേറ്റീവ് പേഷ്യൻറ്റിന് ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ക്ലോർഹെക്സിഡിൻ കണ്ടെയ്നിങ് ഈസി ബാത്ത് ആയിരിക്കും. കാരണം ഞാനിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ 2009 മുതൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഒത്തിരി കൺസൾട്ടേഷൻ കാണാൻ പോകുമ്പോൾ ICUലായാലും ഈ ബെഡ്രിഡൻ പേഷ്യൻസിന് ചിലപ്പോൾ അവിടെ തന്നെ കെയർ കൊടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. എത്ര പേഷ്യൻ്റാണ് ഈ ഈസി ബാത്തിലുള്ള ക്ലോർഹെക്സിഡിൻ എന്ന് പറഞ്ഞ് ഒരു കെമിക്കലിനാണ് ഈ അലർജി വരുന്നത്, ഇറിറ്റൻ്റ് ഡെർമറ്റൈറ്റിസ് വന്നിട്ട് സ്റ്റോപ്പ് ഈസി ബാത്ത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റീറോയിഡ് ഒരു 5 ദിവസം ഇടാനായിട്ട് കൊടുത്തിട്ട് വരാറുണ്ട്. ചില ബൈസ്റ്റാൻഡേഴ്സ് ഭയങ്കര സന്തോഷം പറയും, ഒത്തിരി പൈസ ഈസി ബാത്ത് വാങ്ങിച്ച് പോകുന്നുണ്ട്, നല്ല വിലയുള്ള സാധനമാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. പിന്നെ മൈൽഡ് സോപ്പ് എന്നല്ലേ എഴുതിയേക്കുന്നത്. ഞാൻ എല്ലാവരോടും പിയേഴ്സ് സോപ്പാണ് പറയുന്നത്. അപ്പോൾ കമ്പനി ഇവിടെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന്. കാരണം ഇപ്പോൾ ഈ സന്തൂർ, മെഡിമിക്സ്, ഈ സാൻഡൽ ഓവറായിട്ട് ഉപയോഗിക്കുന്ന സോപ്പുകൾ ഇറിറ്റേറ്റിംഗ് ആണ്. സാൻഡൽ സോപ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് എന്നാണ് ഞാൻ പേഷ്യൻറ്റിന് പറയുന്നത്. ഇവിടെ ഡോക്ടർ പ്രകൃതി ഇരിപ്പുണ്ട് ഡെർമറ്റോളജിയിൽ. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഇപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സോപ്പാണ്. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കമ്പനിയുടെ സോപ്പും കുറച്ച് എഴുതാറുണ്ട്, ഡെർമാഡ്യൂ എന്നൊക്കെ പറഞ്ഞ സോപ്പ്. പിയേഴ്സ് കുഴപ്പമില്ല, ബ്രൗൺ പിയേഴ്സ്. അതിൻ്റെ നീലയും പച്ചയും കുറേ എന്തോ കെമിക്കൽ ചേർത്താണ് വരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പരസ്യങ്ങൾ വന്നപ്പം വന്ന മാറ്റമാണ് ഇതെല്ലാം. ടെലിവിഷനും യൂട്യൂബും എല്ലാം വന്നപ്പോഴേ. പണ്ട് നമ്മളെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ആകെ 4-5 സോപ്പേ ഉള്ളൂ, നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റും. പിയേഴ്സ്, ലൈബോയ്, സിന്തോള്, ലെക്സ് എന്ന് പറഞ്ഞ് 4-5 സോപ്പല്ലേ ഉള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് സോപ്പ് എണ്ണാൻ പറ്റുന്നില്ല. ഓക്കെ, കോമൺ ഡെർമറ്റോസിസ്, ക്ലിനിക്കൽ കോസസ് ഓഫ് പ്രൂററ്റിസ് ആണ് ടോപ്പിക്. ഇപ്പോൾ ഡെർമറ്റോളജിക്കൽ കോസസിൽ ഡ്രൈ സ്കിന്നാണ് മേജർ കോസ് ഇൻ ഓൾഡ് ഏജ് പേഷ്യൻസ്. സ്കേബീസ്, അർട്ടിക്കേരിയ, എറ്റോപിക് ഡെർമറ്റൈറ്റിസ്. പിന്നെ സെക്കൻഡ് കോമൺ സ്കേബീസ് ആണ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ലൈക്കൺ പ്ലാനസ്, സോറിയാസിസ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ്, സിസ്റ്റമിക് കോസസ്, റീനൽ കോസ്, ലിവർ ഡിസീസ്, ഓങ്കോജനിക് പ്രൂററ്റിസ്. ശരിക്കും നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കേണ്ട ഒരു ടൈമാണ് ഓങ്കോജനിക്. അത് വളരെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് തന്നെ 2 പേഷ്യൻ്റുണ്ട് വെറും പ്രൂററ്റൈസായിട്ട് വന്ന പേഷ്യൻ്റ്. പിന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്തപ്പോൾ ലിംഫോമയായിരുന്നു. ഒരെണ്ണം T-സെൽ ലിംഫോമയും, സെക്കൻഡ് കേസ് ഹോട്ട്കിൻസ് ലിംഫോമയായിരുന്നു. മെറ്റബോളിക് ന്യൂറോളജി, അതുകൊണ്ടാണ് പറയുന്നത് സ്കിൻ എന്ന് പറഞ്ഞ് മിറർ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് എന്നാണ്. പേഷ്യൻ്റ് ഇച്ചിങ് ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോജനിക് പ്രൂററ്റിസ്, അതിൽ സിസ്റ്റമിക് കോസസ് വിൽ ബി ഡെഡ് ടു ഡോക്ടർ ഗീത. സിറോസിസ് ഓർ ഡ്രൈ സ്കിൻ ഇസ് എ ഇനബിലിറ്റി ടു ബൈൻഡ് വാട്ടർ ഇൻ ദ സ്ട്രാറ്റം കോണിയം. നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രാറ്റം കോണിയത്തിന് വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി, പക്ഷേ അതിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ലാതാവും. അത് ഓൾഡ് ഏജ് ഒരു കാരണമാണ്. പിന്നെ ന്യൂട്രീഷൻ കോസസ് ഒക്കെ ഉണ്ട്. പിന്നെ കോമൺ കോസ് ഓഫ് പ്രൂററ്റിസ് ഇൻ എൽഡർലി, മോയ്സ്ചറൈസിങ് ക്രീം ആഫ്റ്റർ ബാത്ത് എന്തുകൊണ്ടാണ് പറയുന്നത്? ശരിക്കും അത് പ്രത്യേകം പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളമൊഴിച്ച് കുളിക്കുമ്പോൾ ഈർപ്പം വലിച്ചെടുക്കുന്നുണ്ട്. വെള്ളം തോർത്തി കഴിയുമ്പോൾ അപ്പോൾ ആ അകത്ത് സ്ട്രാറ്റം കോണിയത്തിൻ്റെ ലേയേഴ്സിനകത്തോട്ട് കയറിയ വാട്ടർ അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് കുറച്ച് സമയത്തേക്ക്. കാറ്റ് തട്ടി ഉണങ്ങുന്നവരെ അവിടെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് തന്നെ വേണം മോയ്സ്ചറൈസിങ് ക്രീമിനെ തൊട്ട് വെച്ചിട്ട് എണ്ണ തേക്കുന്ന പോലെ ഫുള്ള് തേക്കുക എന്നുള്ളതാണ്. അങ്ങനെ തേച്ചാലാണ് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഈ സ്റ്റാർച്ച് ബാത്തും അതേപോലെ തന്നെ. ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഫറൻസ് നോക്കിയാൽ കിട്ടത്തില്ല. എൻ്റെ പ്രൊഫസർ ഗോപിനാഥൻ പഠിപ്പിച്ചതാണ് ഈ സ്റ്റാർച്ച് ബാത്ത്. അന്നത്തെ പഴയ ഡെർമറ്റോളജി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് സ്റ്റാർച്ച് ബാത്ത്.
ഇപ്പോഴത്തേതൊക്കെ വേറെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്ന കഞ്ഞിവെള്ളം തന്നെ മതി. അതിപ്പം ഒരു പേഷ്യൻ്റ്, ഓൾഡ് ഏജ് പേഷ്യൻ്റ് ഫുൾ ബോഡി അങ്ങ് ഡ്രൈനസ് ആണെങ്കിൽ ഫുൾ ബോഡി മോയ്സ്ചറൈസിങ് ക്രീം തേക്കണമെങ്കിൽ എത്ര ക്രീം വേണം, എത്ര രൂപ പോയി കിട്ടും? കഞ്ഞിവെള്ളത്തിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് ദേഹം മൊത്തം, അതിപ്പോൾ ഈ റെഡ് ഓക്സൈഡൊക്കെ ഇട്ട കഞ്ഞിവെള്ളം എടുക്കരുത്. ഇപ്പോഴത്തെ അരിയൊക്കെ റെഡ് ഓക്സൈഡ് ഇട്ടല്ലേ വരുന്നത്. അപ്പോൾ നല്ല അരിയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് അതിൻ്റെ കഞ്ഞിവെള്ളം എടുത്തിട്ട്, കട്ടിക്കഞ്ഞിവെള്ളം നമ്മൾ തുണിമുക്ക എടുക്കത്തില്ലേ കഞ്ഞിവെള്ളം, അതെടുത്താൽ മതി. അത് ദേഹം ഫുള്ളിങ്ങ് തേക്കുന്ന, എണ്ണ തേക്കുന്ന പോലെ ഫുള്ള് തേച്ച് വയ്ക്കുക. പേഷ്യൻ്റ് ചെറിയ തണുപ്പ് തോന്നും, ഒരു ഇത്തിരി വെയിലുള്ള സമയത്ത് തന്നെ തേക്കുന്നത് നല്ല, 10 മണി 11 മണി സമയത്ത്. അപ്പോൾ അത് ബാത്റൂമിൽ വെച്ച് തേക്കരുതെന്ന് പ്രത്യേകം പറയണം. കാരണം ഇപ്പോഴത്തെ ബാത്റൂം ഏതെങ്കിലും ബാത്റൂം ഉണ്ടോ ടൈൽസ് ഇടാതെ തെറ്റുന്നതല്ല. അപ്പം അല്ലാത്തൊരു സ്ഥലത്ത്, ഇപ്പോൾ ഓൾഡ് ഏജ് ഇപ്പം മുറ്റത്തിരുത്തി വേണമെങ്കിലും നമുക്ക് തേക്കാമല്ലോ. തേച്ചിട്ട് അത് ഉണങ്ങാൻ സമയം കൊടുക്കണം. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഈവൻലി ഡ്രൈ ഫോർ 15 മിനിറ്റ്സ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബാക്കിൽ? അത് ഡ്രൈനസ് വരുമ്പോഴത്തേക്ക് ഈ ഓസ്മോളാലിറ്റിയിലൂടെ ഒരു ഡിഫറൻസ് വന്നിട്ട് ശരിക്കും അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് സ്കിന്നിനകത്തോട്ടാണ് കയറുന്നത്, പുറത്തോട്ടല്ല പോകുന്നത്. ആവിയായി സ്കിന്നിനകത്തോട്ടാണ് കയറുന്നത്. അപ്പോൾ ഭയങ്കര വ്യത്യാസം വരും. എത്രമാത്രം ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒത്തിരിയും പേഷ്യൻസിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും മോയ്സ്ചറൈസിങ് ക്രീം തേക്കുന്ന നല്ല റിസൾട്ട് സ്റ്റാർച്ച് ബാത്താണ്. ഈവൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഫുൾ ബോഡി കുഞ്ഞുങ്ങളെ ഈ പാരമ്പര്യമായിട്ട് തന്നെ ഡ്രൈ സ്കിൻ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്, അതിനൊക്കെ നല്ല റിസൾട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്സിൽ, ഡെർമറ്റോളജി ടെക്സ്റ്റ് ബുക്സിലൊന്നും ഇത് കൊടുത്തിട്ടില്ല. വാഷ് വിത്ത് അത് കഴിഞ്ഞിട്ട് മൈൽഡ് സോപ്പ് വെള്ളം വെച്ച് നല്ല കുളിച്ചാൽ മതി. സോപ്പ് ഉപയോഗിച്ച് കുളിക്കണം. ഇവിടെ ഈ ഡീക്യുബിറ്റസ് അൾസർ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മാത്രമേ ഒരു പ്രസൻറ്റേഷൻ അതിൽ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇതുപോലും ഒരു അല്പം കൺഫ്യൂഷനുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്നെ വിയോജിപ്പുണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം ഡ്യൂക്യുബിറ്റസ് അൾസറും ഫംഗൈറ്റിസ് അൾസറും ഒന്നാക്കിയാണ് അതിൽ ഞാൻ പ്രസൻറ്റേഷൻ ഒരെണ്ണം ഞാൻ കേട്ടുള്ളൂ സൂമിൽ, അതിൽ ഒന്നാക്കിയാണ് പറയുന്നത്. ഡ്യൂക്യുബിറ്റസ് അൾസർ എന്ന് പറയുന്നത് ലോക്കലൈസ് സ്കിൻ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ഡ്യൂ ടു പ്രൊലോങ്ഡ് പ്രഷർ. അപ്പോൾ ബോണി പ്രോമിനൻസിൻ്റെ സൈഡിൽ ഇത് പൊട്ടിപ്പോകുന്നതാണ് യൂഷ്വലി ഓവർ ബോണി പ്രോമിനൻസ്. പക്ഷേ ഇത് ക്യൂറബിളാണ്. നമ്മൾ കറക്റ്റ് അതിൻ്റെ മാനേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ക്യൂറബിളാണ്. ഫ്രീക്വൻറ്റ് ചേഞ്ച് ഇൻ പൊസിഷൻ, പിന്നെ ക്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ സലൈൻ കംപ്രസ്, ദെൻ ടോപ്പിക്കൽ ഈ ബീറ്റാഡിൻ ഓയിൻമെൻ്റ് ഒന്നും വേണ്ട. മ്യൂപ്രോസിൻ ഓയിൻമെൻറ്റ്, ഫ്യൂസിലിക്കാത്ത ഒരുവിധം അലർജി ഇല്ലാത്ത 2 ഓയിൻമെൻറ്റ്സ് അത് കൊടുത്താൽ മതി. പിന്നെ സിസ്റ്റമിക് ആൻറ്റിബയോട്ടിക്സ് ഇഫ് നീഡഡ്. അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ഹെമിപ്ലീജിയായിട്ട് കിടക്കുന്ന പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഹീൽ ചെയ്യത്തില്ലേ. ഇറ്റ്സ് എ ക്യൂറബിൾ അൾസർ, ഡ്യൂക്യുബിറ്റസ് അൾസർ എന്ന് പറയുന്നത്. വേറെ ഫംഗേറ്റിംഗ് അൾസർ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ മാലിഗ്നന്റ് ട്യൂമർ സെൽസ് ഇൻഫിൽട്രേറ്റിംഗ് ആൻഡ് ഇറോഡിങ് ത്രൂ ദ സ്കിൻ. അതാണ് വ്യത്യാസം. ഫൗൾ സ്മെൽ ഡ്യൂ ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അനേറോബിക് ബാക്ടീരിയ ഇൻസൈഡ് ദാറ്റ്, അതാണ് വ്യത്യാസം. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് അവിടെ അനേറോബിക് ബാക്ടീരിയയാണ്. അപ്പോൾ മെട്രോണ്ടസോൾ മാത്രമേ അനേറോബിക് ബാക്ടീരിയയ്ക്ക്. അപ്പോൾ അവിടെ ക്യൂറബിൾ അല്ല, അവിടെ പാലിയേറ്റീവ് കെയർ മാത്രമേ വരുന്നുള്ളൂ. ഓറൽ മെട്രോണ്ടസോൾ കൊടുക്കാം, ടോപ്പിക്കൽ മെട്രോണ്ടസോൾ ഓയിൻമെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിന് എനിക്ക് ഒന്ന് പൗഡർ ഇഷ്ടംപോലെ കൊടുക്കുക. അത് എല്ലാ അൾസറിലും അത് കൊണ്ടുവന്ന് ഒട്ടിച്ച് വയ്ക്കുന്ന ഒരു ട്രെൻഡാണ് ഞാൻ കാണുന്നത്. ഞാനും അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂക്യുബിറ്റസ് അൾസറിന് ഈ മെട്രോണ്ടസോൾ പൗഡർ തന്നെ കൊടുക്കും. സ്റ്റേസിസ് ഡെർമറ്റൈസിലൊന്നും ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല. വെരിക്കോസ് എക്സിമ വന്നിട്ട് അൾസറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഫുഡ് ആൻഡ് എലിവേഷൻ, ആൻറ്റിബയോട്ടിക്, ഇതിനെല്ലാം ഇതിപ്പോൾ സലൈൻ സോക്ക് ചെയ്ത് കഴിഞ്ഞൊരു പടമാണ്, പിക്ചറായത്. അൾസർ ആൻറ്റിബയോട്ടിക്കും അൾസറിനകത്ത് ഓയിൻമെൻറ്റ്, മ്യൂപ്രോസിന് അല്ലെങ്കിൽ ഫ്യൂസിന് ഓയിൻമെൻറ്റ് കൊടുക്കാം. പിന്നെ ആൻറ്റിബയോട്ടിക്കും, പിന്നെ ചുറ്റും എക്സിമയ്ക്ക് സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ് കൊടുക്കുക. അപ്പോൾ മുറിവിനകത്തോട്ട് സ്റ്റീറോയിഡ് പോരെന്ന് പ്രത്യേകം പറയും. പിന്നെ സ്റ്റീറോയിഡൊക്കെ ജുഡീഷ്യസ് യൂസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 1 വീക്ക് ഇടുമ്പം തന്നെ എക്സിമ മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ മോയ്സ്ചറൈസിങ് ക്രീം ആപ്ലിക്കേഷൻ, സലൈൻ കംപ്രസ് ക്ലീനിങ്, ഓറൽ ആൻറ്റിഹിസ്റ്റമിൻ. പിന്നെ ഈ പെൻഡോക്സിഫിലിൻ നല്ല പ്രയോജനമാണ് ചില പേഷ്യൻസിന്. ഇപ്പോൾ ഓൾഡ് ഏജ് ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞിട്ട് ഹീലിംഗ് ഡിലേ വരുന്ന പേഷ്യൻസിന് പെൻഡോക്സിഫിലിൻ കൊടുക്കാം. നിങ്ങൾക്കറിയായിരിക്കും ട്രെൻഡാൽ 400 ടോയ്സ് ഡെയിലി, സിസ്റ്റമിക് ആൻഡ് ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക് മോയ്സ്ചറൈസേഴ്സ്. മിലിയേറിയ റൂബറാണ് പിന്നെ ഏറ്റവും കൂടുതൽ മിസ്മാനേജ് ചെയ്യപ്പെടുന്നൊരു കണ്ടിട്ട്. ഉള്ള നൈസിൽ പൗഡറിനെല്ലാം വാങ്ങി പൈസ കളയും. ഒരു നൈസിൽ പൗഡറിനും പൈസ കളയണ്ട. അതിൻ്റെ പെത്തോളജി നോക്കണം. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പറയുമ്പം വാട്ട് ഈസ് എ പെത്തോജനസിസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ഒബ്സ്ട്രക്ഷൻ ഓഫ് എക്രൈൻ ഡക്റ്റ്. അപ്പം സ്വെറ്റ് ഇങ്ങനെ തൊലിയിൽ തന്നെ നിന്നിട്ട് ഈ സിന്തറ്റിക് ഡ്രസ്സൊക്കെ കൂടുതൽ ഉപയോഗിക്കും, ടൈറ്റ് ഡ്രസ്സും. പിന്നെ ഓവറായിട്ട് സ്വെറ്റിംഗ് ഉള്ള ഒരാളിനൊക്കെ സ്കിന്നിൻ്റെ ഇവിടെയും കെരാറ്റിൻ ലെയർ തന്നെയാണ്, കുതിർന്നിട്ട് പ്ലഗ് ഫോം ചെയ്യും. അതായത് എക്രൈൻ ഡക്റ്റിൻ്റെ ഓപ്പണിംഗ് ബ്ലോക്ക് ആവുന്നത്, ഇറ്റ്സ് എ ബ്ലോക്ക് ആവുന്നതാണ് മിലിയേറിയ എന്ന് പറയുന്നത്. ബ്ലോക്കായിട്ട് സ്വെറ്റ് അകത്ത് ഡക്റ്റ് ഡയലേറ്റ് ചെയ്തിട്ട് അകത്ത് നിൽക്കുക. അപ്പോൾ അത് കോൾഡ് വാട്ടർ ബാത്ത് മതി.
അപ്പോൾ ഐസ് കോൾഡ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിനകത്ത് ഐസ് കെട്ടിട്ട് അലിയുമ്പോൾ അത് വെച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ അത് സ്പഞ്ചിങ്, കോൾഡ് വാട്ടർ സ്പഞ്ചിങ് എന്ന് പറയും. പിന്നെ ലൈറ്റ് ക്ലോത്തിങ്, ഒരു പൈസയും ചിലവില്ല അവിടെ. ഇൻഫെക്ഷൻസ് ക്ലാസിഫൈഡ് ഇൻറ്റു ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ ഇൻഫെക്ഷൻസ്, പാരസൈറ്റിക്. ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനിലൂടെ ഞാൻ അധികം പോകുന്നില്ല. പയോഡർമ എന്ന് പറയുമ്പോൾ പ്രൈമറി പയോഡർമയുണ്ട്, സെക്കൻഡറി പയോഡർമയുണ്ട്. പ്രൈമറിയിൽ ഇമ്പറ്റേഗോ, സെല്ലുലൈറ്റിസ്, ഫോളിക്കുലൈറ്റിസ്, ഫറങ്ങൾ. അപ്പോൾ ഓൾഡ് ഏജ് ബെഡ്രിഡൻ പേഷ്യൻറ്റിൽ കൂടുതൽ വരുന്ന ഫോളിക്കുലൈറ്റിസ് ഉണ്ട്, സെല്ലുലൈറ്റിസ് വരുന്നുണ്ട്, ഫറങ്കൾ, കാർബങ്കൾ, അതെല്ലാം വരുമ്പോൾ ഡയബറ്റിക് ആണെങ്കിൽ കാർബങ്കൾ. സെക്കൻഡറി പയോഡർമ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ടു അണ്ടർലൈൻ ഡിസീസ് ലൈക്ക് സ്കേബീസ്, പെഡിക്കുലോസിസ്, മിലിയേറിയ വിത്ത് സെക്കൻഡറി ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അവിടുത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ബാക്ടീരിയ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ടോപ്പിക്കൽ കൊടുക്കാൻ പറ്റും, സ്കേബീസിൻ്റെ ആയാലും പെഡിക്കുലോസിൻ്റെ ആയാലും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കോമണസ്റ്റ് ഓർഗാനിസം ഈ സ്റ്റാഫ് ഓറിയസ്. നമ്മളൊരു ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്യുമ്പം ആ സ്റ്റാഫ് ഓറിയസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആയിരിക്കണം. അത് ഏറ്റവും സിമ്പിൾ, പണ്ട് മുതലേ അക്സെപ്റ്റഡ് കോമ്പിനേഷനാണ് ആംപിസിലിൻ, ക്ലോസാസിൻ. ഞാൻ ഏറ്റവും കൂടുതൽ എഴുതുന്നൊരു ആൻറ്റിബയോട്ടിക്കാണ്. വലിയ വിലയും ഇല്ല, പേഷ്യൻ്റ് അത്യാവശ്യം വയറ് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുവിധമുള്ള ഇൻഫെക്ഷൻ എല്ലാം അതിൽ കൺട്രോളാകും. അപ്പോൾ അതിൽ കുറഞ്ഞില്ലെങ്കിൽ മാത്രമേ അടുത്ത ഹയർ ഗ്രേഡ് ആൻറ്റിബയോട്ടിക്കിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. സെപ്റ്റോക്കൊക്കെ അത്യാവശ്യം അതിനകത്ത് റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ സെഫലോസ്പോറിൻസ്, ട്രീറ്റ്മെൻറ്റിൽ സെഫലോസ്പോറിനും പറയുന്നുണ്ട്, ക്ലോക്സാസിലിൻ. പിന്നെ ഇവിടെയും ഇപ്പോൾ ക്രസ്റ്റിങ് നിലവിലുണ്ടെങ്കിൽ ആദ്യം ക്രസ്റ്റ് റിമൂവൽ വിത്ത് സലൈൻ കംപ്രസും ദെൻ സോപ്പ് ആൻഡ് വാട്ടർ വാഷ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ആൻറ്റിബയോട്ടിക് എഴുതി ഒരു ഓയിൻമെൻറ്റ് എഴുതി കൊടുക്കുന്നതല്ല ട്രീറ്റ്മെൻറ്റ്. ക്ലീനിങ് ഓഫ് ദ പയോഡർമ ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്രസ്റ്റ് റിമൂവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സലൈൻ സോക്കിങ്, റിമൂവൽ ഓഫ് ക്രസ്റ്റ്, ക്ലീനിങ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, ഫോളോഡ് ബൈ ക്ലീനിങ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്? ഇത് ഞാൻ തന്നെ നിന്ന് ശരിക്കും നമ്മൾ ഇപ്പോൾ നേരത്തെ ഇവിടെ ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത പോലെ ശരിക്കും നമ്മൾ തന്നെ നിന്ന് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട്. അല്ലാതെ പറഞ്ഞു കൊടുത്ത് ഇന്ന് സലൈൻ സോക്ക് ചെയ്തെന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഇത് ഞാൻ തന്നെ ഗ്ലൗസ് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ PG സ്റ്റുഡൻറ്റ് ഇങ്ങനെ ഡ്രോപ്സ് ഒഴിക്കുന്ന പടമായി കാണുന്നത്. അപ്പോൾ ഈ സലൈൻ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ ക്രസ്റ്റ്, ഇത്രയും സിവിയർ ക്രസ്റ്റ്, അതിൻ്റെ മുകളിൽ 4 ലെയറെങ്കിലും വേണം ഗോസ്. അപ്പോൾ നനഞ്ഞ് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങത്തില്ലേ, അപ്പോൾ വീണ്ടും നനവില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റ് ഇടവിട്ട് ഓരോ ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പം ഒരു പെയിനും ഉണ്ടാകത്തില്ല. ഉണ്ടോ? പെയിനൊന്നുമില്ല, നിലവിളിക്കുന്നൊന്നുമില്ലല്ലോ, അങ്ങനെ ഇളകി പോകും. അത്ര നീറ്റായിട്ട് കുറയും. ഇത് പക്ഷേ പ്രൈമറി കണ്ടീഷൻ പെംഫിഗസ് ആയിരുന്നു. പെംഫിഗസ് വന്നിട്ട് സിവിയർ ക്രസ്റ്റിംഗ് എന്ന കേസാണ്. അത് പിന്നെ അതിൻ്റെ ഡ്രഗ്സ് കൊടുത്തു. പക്ഷേ ഈ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നതാണ്. ഈ ഒരു യങ് ബോയ് ആണ്. ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് 1 മന്തായിട്ട് ജോലിക്കും പോകാൻ പറ്റുന്നില്ല. ശരിക്കും ബെഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വീട്ടിൽ തന്നെ കിടപ്പാം. ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഡ്രസ്സ് ചെയ്യും. അറിയാറില്ല, ഗ്രേഡ് സ്റ്റാഫ് ആയിരിക്കും ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഡ്രസ്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അതിൻ്റെ ഓണറിന് എന്നെ പരിചയമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പം 1 മന്താണ്. അപ്പോൾ സലൈൻ സോക്ക് ഇത് ഞാൻ തന്നെ സലൈൻ, ഇത് 15 മിനിറ്റ് എന്നുള്ള 10-25 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ 5 ദിവസം കൊണ്ട് ഹീൽ ചെയ്തു. ഒരു ആൻറ്റിബയോട്ടിക്കും ഓയിൻമെൻറ്റും കൊടുത്തപ്പോൾ 5 ദിവസം കൊണ്ട് ഹീൽ ചെയ്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സലൈൻ സോക്കിങ്. ഈ സെല്ലുലൈറ്റിസിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇവിടെ മൾട്ടിപ്പിൾ ഓർഗാനിസംസ് ആണ്. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, അനേറോബിക് എല്ലാം വരും. അപ്പോൾ മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക്സ് വരും. പിന്നെ അതിനകത്ത് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ പ്രീതി? ചില ലോങ് ഡ്യൂറേഷനുള്ള കേസ് എഡീമയായിട്ട് വരാറുണ്ട്. Recurrent cellulitis ഉണ്ടെങ്കിൽ you should always look for in between the toes tinea pedis എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അത് ഫസ്റ്റ് കറക്റ്റ് ചെയ്യണം. പിന്നെ റെക്കറൻ്റ് ആയിട്ട് സെല്ലുലൈറ്റിസ് ഉണ്ടെങ്കിൽ പ്രൊഫൈലാക്റ്റിക് ആൻറ്റിബയോട്ടിക് കൊടുക്കുക. പിന്നെ ഡൈതൽ കാർബസീൻ ഓൾസോ ക്യാൻ ബി ഗിവൻ ബിക്കോസ് ഫൈലേറിയൽ ലിംഫനൈറ്റിസ് അങ്ങനത്തെ കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ലോങ് ഡ്യൂറേഷൻ കാലിലെ എഡിയമയും റെക്കറൻറ്റ് സെല്ലുലൈറ്റിസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഫൈലേറിയൽ ലിംഫനൈറ്റിസ് ആയിരിക്കും. ഇപ്പോൾ പണ്ട് ആലപ്പുഴ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അത്. അപ്പോൾ നമ്മളതിൻ്റെ WHO കോഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഡൈതൽ വാനോസൈഡ് ഫോർട്ട് ത്രൈസ് ഡെയിലി 21 days കൊടുത്താൽ മതി. എഡിയമ നല്ലതായിട്ട് കുറയും. അതിൻ്റെ കൂടെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൊടുക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ടീനിയ പെഡിസും കാൻഡിഡ ഇൻഡർട്രൈഗോ അത് നോക്കണം. നമ്മൾ ഗ്ലൗസ് ഇട്ട് വിരലിൻ്റെ ഇടയിൽ നോക്കണം കാൻഡിഡ ഇൻഡർട്രൈഗോ ഉണ്ടോ എന്ന്. എന്നിട്ട് അതിന് ആൻറ്റിഫംഗലും കൂടെ കൊടുത്തുകൊണ്ട് വേണം സെല്ലുലൈറ്റിസിന് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ. അപ്പോൾ ഡ്രമാറ്റിക്കായിട്ട് ഇൻഫെക്ഷൻ കൺട്രോളാവും. ഓക്കെ, സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻസിൽ
പിന്നെ പിറ്റേ ദിവസം വേഴ്സിക്കോളർ വരുന്നുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. ഡെർമറ്റോഫൈറ്റോസിസും കാൻഡിഡിയാസിസും, ടീനിയ കോർപ്പോറിസ് ആൻഡ് ടീനിയ ക്രൂറിസ്. ഇവിടെ ഇപ്പം മിക്ക പേഷ്യൻ്റ് ഡയബറ്റീസിൻ്റെ ഇൻസിഡൻസ് ഇപ്പോൾ എന്താ ICMR സ്റ്റഡി അനുസരിച്ച് ഡയബറ്റീസിൻ്റെ ഇൻസിഡൻസ് 26% ഇപ്പോൾ കിടക്കുന്ന പേഷ്യൻറ്റിൽ ഒരുവിധം നല്ല മെജോറിറ്റിയും ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ ടീനിയ വരാനുള്ള ചാൻസ് കൂടുതലല്ല. അതുപോലെ എന്താ രാവിലെ പറഞ്ഞതുപോലെ കത്തീറ്റർ ഒഴിവാക്കിയിട്ട് നാപ്കിൻ വയ്ക്കുമ്പോഴും ടീനിയ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രീഡിസ്പോസ്ഡ് ബൈ സിന്തറ്റിക് ഗാർമെൻറ്റ്സും അതിനോട് നാപ്കിനും കൂടെ പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ട പേഷ്യൻസ് തന്നെയാണ്. ഇതെല്ലാം കുറേ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റിൻ്റെ മിസ്യൂസ് വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ടീനിയ ഇൻകോഗ്നിറ്റോ എന്ന് പറയും. ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞാൽ വേണ്ട വേഷപ്രച്ഛന്നനായ മോഡിഫൈഡ് ബൈ സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റാണ് എക്സ്റ്റൻസീവ് ടീനിയ. ട്രീറ്റ്മെൻറ്റിൽ ശരിക്കും സിസ്റ്റമിക് ആൻറ്റിഫംഗൽ ഇപ്പോഴും ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇട്രക്കോണസോളിൽ തുടങ്ങി. ഏറ്റവും ഡോസ് കൂടിയ മരുന്നിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങരുത്. ഫ്ലൂക്കോണസോൾ തന്നെ മതിയാവും. 150 mg വീക്കിലിയാണ് പഴയ ഡോസ്. പക്ഷേ ഇപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഓൾട്ടർനേറ്റ് ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി വി ക്യാൻ ഗീവ് ഓൾട്ടർനേറ്റ് ഡേയ്സ് കൊടുക്കാം. 4 to 6 weeks കൊടുക്കണം. ഇട്രക്കോണസോൾ ആണെങ്കിൽ 200 mg per day എല്ലാത്തിനും 1 month ടൈം. ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആവണമെങ്കിൽ മിനിമം 1 month വേണം. ഒരു ലെയർ ഫോം ചെയ്ത് വരുന്നതിനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 1 month, 28 days. കീപ് ദ സ്കിൻ ഡ്രൈ, അവോയ്ഡ് സിന്തറ്റിക് ഗാർമെൻറ്റ്സ്, അവോയ്ഡ് ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ്. ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. സ്റ്റീറോയിഡ് മിസ്യൂസ് എന്നൊരു വലിയ തലവേദനയാണ്. പിന്നെ ഡെർമറ്റോളജി ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യാലിറ്റി ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത ഇന്ന് ഞാൻ ഡെർമറ്റോളജിയെ ശരിക്കും ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ അതിപ്രസരം കാരണം എനിക്ക് മടുത്തിരിക്കുന്ന ഒരു സമയമാണ്. കാരണം വരുന്ന OP-യിൽ മോർ ദാൻ 50% ടീനിയ ഇൻകോഗ്നിറ്റോയാണ്. ടീനിയ ആണെങ്കിൽ സാരമല്ല, ടീനിയ ഇൻകോഗ്നിറ്റോ. ഹെൽത്ത് സർവീസിലൊക്കെ MBBS ഡോക്ടർമാരെയൊക്കെ കണ്ട് ഗൈനക്കോളജിസ്റ്റിനെ എല്ലാം കണ്ട് എല്ലാവരും കാൻഡിഡ് ബിയും 4-ഡേമും ഗോഡഡേമും എല്ലാം എഴുതി കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. കാൻഡിഡിയാസിസ് ആണ് ഇപ്പോൾ ഈ ബെഡ്രിഡൻ പേഷ്യൻസിൽ ഏറ്റവും പ്രോബ്ലം. അത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം? പരോണിക്ക, ഇൻഡർട്രൈഗോ, വൾവോജനൈറ്റിസ്, ബലനോപോസൈറ്റിസ് ആൻഡ് ഓറൽ കാൻഡിഡിയാസിസ്. ഇതൊരു വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഹൗസ് വൈഫ്സിലൊക്കെ കാണുന്നൊരു കണ്ടീഷനാണ്. ഈവൻ ബെഡ്രിഡൻ പേഷ്യൻസിലും അതിൻ്റെ ഇൻഡർട്രൈഗോയും കൂടെ കാണും. അപ്പോൾ അതിനൊരു ക്ലോട്രമസോൾ ലോഷൻ മതി, മാത്രം കൊണ്ട് തന്നെ മാറിക്കിട്ടും. അതിൻ്റെ ഒപ്പം ഫ്ലൂക്കോണസോൾ ഒരു ചെറിയ ഡോസ് മതി. 1 വീക്കിലി വെച്ചൊരു 4 ടാബ്ലറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറഞ്ഞ ഫംഗസ് ഈ നഖത്തിലല്ല ഇരിക്കുന്നത്, നഖത്തിന് ചുറ്റുമുള്ള നെയിൽ ഫോൾഡിൽ അകടിയിലാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മരുന്ന് നെയിൽ ഗ്രൂവിൽ തന്നെ ഒഴിക്കണം. നഖത്തിനും ആ ഫോൾഡിനും നഖത്തിനും ഇടയ്ക്കുള്ള ഗ്രൂവ്. നഖത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെക്കൻഡറി നെയിൽ ചേഞ്ച്. ആ ഫംഗസ് ഇരിക്കുന്ന നെയിൽ ഫോൾഡിൽ കൂടെ വളർന്നിറങ്ങി വരുമ്പോൾ നഖം കേടായി പോകുന്നത്. സമയമുണ്ടല്ലോ അല്ലേ? ഇതാണ് നിങ്ങൾ കാണുന്ന പേഷ്യൻസ്, ബെഡ്രിഡൻ പേഷ്യൻസ്. ശരിക്കും അത് ആ ഗ്ലൗസ് ഇട്ട്, ഞാൻ തന്നെ ഗ്ലൗസ് ഇട്ട് നോക്കുക. ഗ്ലൗസ് ഇട്ട് ഇങ്ങനെ നോക്കിയാലേ അത് കാണത്തുള്ളൂ. വെറുതെ ഇങ്ങനെ കിടത്തി നോക്കിയാൽ കാണത്തില്ല. വൈറ്റിഷ് കേർഡി പ്രസിപ്പിറ്റേറ്റ്, അത് ഫ്ലൂക്കോണസോൾ ടാബ്ലറ്റും നല്ല ഡ്രൈ ആക്കിയിട്ട് ക്ലോട്രമസ് ലോഷൻ ഒഴിച്ചാൽ 1 ആഴ്ച കൊണ്ട് കുറയും. പക്ഷേ 1 month കണ്ടിന്യൂ ചെയ്യണം. വിരലിൻ്റെ ഇടയിലും ഇത് തന്നെയാണ്. ആ വൈറ്റിഷ് പ്രസിപ്പിറ്റേറ്റ് വളരെ പത്തഗ്നോമോണിക് സൈനാണ്. കാൻഡിഡൽ പരോണിക്കയുണ്ട്. ഓറൽ കാൻഡിഡിയാസിസ്, അത് ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇൻഫൻസിൽ ഓറൽ കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ ടങ്ങിൽ കാൻഡിഡിയാസിസ് സിംപിളി വെറുതെ വരാം, ഒരു കാരണമില്ല, വിത്തൗട്ട് എനി അണ്ടർലൈൻ കോസ്. പക്ഷേ ഒരു അഡൾട്ടോ അല്ലെങ്കിൽ ചിൽഡ്രനിലും ഒരു കാൻഡിഡിയാസായിട്ട് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ ഷുഡ് തിങ്ക് ഓഫ് ആൻ അണ്ടർലൈൻ കോസ്. അണ്ടർലൈൻ കോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുത്താലേ ഈ കാൻഡിഡിയാസിസ് സബ്സൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ സിസ്റ്റമിക് സ്റ്റീറോയിഡ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് വരാം, മലിഗ്നൻസി കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻറ്റിന്, HIV പോസിറ്റീവ്, ഈ CD4 കൗണ്ട് <500 വരുമ്പോൾ, പിന്നെ ഓറൽ ഹെർപ്പിസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓറൽ ഹെർപ്പിസ് ഉള്ള പേഷ്യൻറ്റിനും അതിന് മതി. അപ്പോൾ നമ്മൾ ഓറൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഈ കാൻഡിഡിയാസിസ് സബ്സൈഡ് ചെയ്യത്തുള്ളൂ. ഫ്ലൂക്കോണസോൾ 150 mg ഡെയിലി, ക്ലോട്രമസോൾ മൗത്ത് പെയിൻറ്റോ കൊടുക്കുന്നത്. പിന്നെ ജെനറ്റൽ കാൻഡിഡിയാസിനും അതേപോലെ, അതും നല്ലപോലെ ഈ വൾവോ വജൈനൈറ്റിസും വരാം, വജൈനൈറ്റിസ് മാത്രമായിട്ടും വരാം. അപ്പോൾ അവിടെയും ഫ്ലൂക്കോണസോൾ ടാബ്ലറ്റും ക്ലോട്രമസോൾ തന്നെ. പക്ഷേ ഈ ലോഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് യൂറിൻ പാസ് ചെയ്ത് കഴുകി നല്ലപോലെ ഡ്രൈ ആക്കാൻ പ്രത്യേകം അഡ്വൈസ് കൊടുക്കണം. ഡയബറ്റീസ് കൺട്രോൾ ആക്കണം ഇൻ കേസ് ഡയബറ്റിക് ആണെങ്കിൽ. ഫ്ലൂക്കോണസോൾ 150 mg, ഇത് കാൻഡിഡൽ ബലനോപോസൈറ്റിസ്,
ശരിക്കും ഇപ്പം നിങ്ങൾ ഒ പിയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് കാൻഡിഡേറ്റ് ബെലനോപോസൈറ്റിസോ കാൻഡിഡേറ്റ് വെള്ളോജനൈറ്റിസ് ആയിട്ട് വരുന്നു. അപ്പം ഷുഗർ ഉണ്ടോ? അല്ല, ഷുഗർ ഇല്ല എന്നങ്ങ് പറയും. പക്ഷെ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല, എനിക്ക് ഷുഗർ ഇല്ല ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം പറയും പറ്റത്തില്ല, ഷുഗർ നോക്കിയിട്ട് വന്നേ പറ്റും, ഞാൻ ബ്ലഡ് ഷുഗർ എഴുതി കൊടുക്കും. അപ്പോൾ തിരിച്ച് റിസൾട്ട് കൊണ്ട് വരുമ്പോൾ ഡോക്ടറിൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ഷുഗർ കൂടുതലുണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഡയബറ്റീസുകാരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കാൻഡിഡേറ്റ് വെള്ളോജനൈറ്റിസും ബെലനോപോസൈറ്റിസ് ആയിട്ട് വന്ന പേഷ്യൻറ്റിന്. പക്ഷേ ഇപ്പോഴത്തെ ജീവിതശൈലി കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴത്തെ അറിയാമല്ലോ, എല്ലാം എത്രത്തോളം ടൈറ്റാക്കാൻ ഡ്രസ്സ് അത്രത്തോളം ടൈറ്റ് ലെഗിങ്സും ജീൻസും ഇട്ടുകൊണ്ട് നടന്നു. രാവിലെ ഇട്ടാൽ രാത്രി ആകത്തില്ലേ വീട്ടിൽ എത്താൻ. അപ്പോൾ അത് കാരണം യങ്സ്റ്റേഴ്സിലാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് ഇതൊക്കെ. വൈറൽ ഇൻഫെക്ഷൻസ്, ഹെർപ്പിസ് സിംപ്ലക്സ്, ഹെർപ്പിസ് സോസ്റ്റർ. ഈ ഹെർപ്പിസ് സിംപ്ലക്സ് ശരിക്കും നിങ്ങളെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. ഹൗ ടു ഡയഗ്നോസ്, അതിൻ്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാലിയേറ്റീവ് പേഷ്യൻസിനെ പോയി കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരെണ്ണം ഹെർപ്പിസാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ആരെങ്കിലും കണ്ടവർ എന്തെങ്കിലും പുരട്ടാനൊക്കെ കെനക്കോട്ട് ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ സൈറ്റി ജെല്ലൊക്കെ കൊടുത്ത പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് അതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ എഴുതിയിട്ടാണ് ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഇപ്പം മൾട്ടിപ്പിൾ ഗ്രൂപ്പ്ഡ് വെസിക്കിൾസ്, അതാണ് അതിൻ്റെ ക്ലിനിക്കൽ പിക്ചർ. അപ്പോൾ പെരിയ ഓറൽ അല്ലെങ്കിൽ ലിപ്പിൽ വരുവാണെങ്കിൽ ഗ്രൂപ്പ്ഡ് വെസിക്കിൾസ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇതേ ഹെർപ്പിസ് തന്നെ ജിഞ്ചിവോ സ്റ്റൊമറ്റൈറ്റിസും വരാം, ബക്കൽ മ്യൂക്കോസ, ടങ്, ജിഞ്ചിവ, ഈവൻ ഫാരിങ്സിൽ വരെ വരാം. പക്ഷെ അവിടെ വരുമ്പോൾ വെസിക്കിളായിട്ട് നിൽക്കുമോ? ഇല്ല, അത് പെട്ടെന്ന് തന്നെ റപ്ചർ ചെയ്തിട്ട് സൂപ്പർഫിഷ്യൽ ഷാലോ ഇറോഷൻസ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോഴും നമ്മൾ അത് ഹെർപ്പിസ് തന്നെ ഡയഗ്നോസ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എസൈക്ലോർ 400 mg ത്രൈസ് ഡെയിലി 5 days. ആ 5 days കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവോയ്ഡ് ടോപ്പിക്കൽസ്. എല്ലാവരും എസിവിർ ഓയിൻമെൻറ്റാണ് കൊടുക്കുന്നത്, എസൈക്ലോർ ഓയിൻമെൻറ്റ് കൊടുക്കാനേ പാടില്ല, ടാബ്ലറ്റ് മാത്രം മതി. പിന്നെ ഞാൻ 2 കുട്ടികളുടെ പടം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഓറൽ കാൻഡിഡിയാസ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷെ എന്നെ കാണുന്നതിന് മുമ്പ് കാൻഡിഡ് മൗത്ത് പെയിൻറ്റ് തേച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിൽ കുറയുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് എത്തിയത്. അപ്പം ഞാനതിന് നല്ലപോലെ വായൊക്കെ തുറന്ന് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ഇറോഷൻസ് കണ്ടില്ലേ, ഇറോഷൻസ്, ഷാലോ ഇറോഷൻസ്, ടങ്ങിലും ഒക്കെ ഉണ്ട്, ടങ്ങിലും ഇറോഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എസൈക്ലോർ ടാബ്ലറ്റ് ഒരു കുട്ടിയുടെ വെയിറ്റിനനുസരിച്ചാണ് 400 തന്നെ വന്നു. 400 mg ത്രൈസ് ഡെയിലി 5 days കൊടുത്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി വന്നപ്പോൾ നാക്ക് ഇങ്ങനെ ഇരിക്കുക. മറ്റേ മൗത്ത് പെയിൻറ്റ് കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞു, ക്ലോട്രമസോൾ മൗത്ത് പെയിൻറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കാണുന്നവന് ആദ്യം എന്തിനാണോ ഈ മറ്റേ സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റും സൈറ്റി ജെല്ലും എഴുതുന്നതിന് ഞാൻ എപ്പോഴും ആലോചിക്കില്ല. പക്ഷേ നമുക്ക് ഇതിനൊരു ക്ലോസ് ആയിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ഉണ്ട്, അത് പ്രീതി പറയുന്നുണ്ട്. അതിനാണ് മറ്റേ ഓയിൻമെൻറ്റുകൾ എഴുതുന്നത്. റിക്കറൻറ്റ് ഹെർപ്പിസ് പോലെ തന്നെയാണ് മേജർ ആഫ്റ്റേ. ആഫ്റ്റേ ക്യാൻ ബി മേജർ, മൈനർ ആൻഡ് ഹെർപ്പറ്റിക് ഫോം. ബട്ട് ഈ ആഫ്റ്റേ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ആ ഒരു യെല്ലോയിഷ് പെഡിക്കിൾ, ഒരു യെല്ലോയിഷ് കളർ കാണും, സ്ലഫ്, അതിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ ഒരു റെഡ്നെസ് ഉണ്ടാവും. ആൻഡ് അത് വരുന്നതിന് മുമ്പ് ഹെർപ്പിസ് പോലെ തന്നെ ഒരു ചിലപ്പോൾ ഒരു വേദന വരാം. അപ്പം ഇൻ ദോസ് കേസസ് ഇഫ് യു സീ സിംഗിൾ ലീഷൻസ്, ഇഫ് ഇറ്റ് ഇസ് എറിത്തിമ, അവിടെ നമ്മൾ സ്റ്റിറോയിഡ് കൊടുത്താൽ ചിലപ്പോൾ പേഷ്യൻറ്റിന് ബെറ്റർ ആകും. ഇഫ് പേഷ്യൻ്റ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ. അതർവൈസ് യു കെൻ ഗിവ് ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്, മെട്രോണിഡസോൾ ഒക്കെ കൊടുക്കുക. ബട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ലീഷൻസ് വരുവാണെങ്കിൽ മാഡം പറഞ്ഞ പോലെ ഹെർപ്പിസ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിലും കണ്ട മൾട്ടിപ്പിൾ അൾസേഴ്സ് ഉണ്ട്. അതിൻ്റെ മറ്റേ ആപ്തയാണെങ്കിൽ അതിൻ്റെ പടം കൂടി ഇടേണ്ടതായിരുന്നു, എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇച്ചിരി പ്രീതി പറഞ്ഞ പോലെ നല്ല യെല്ലോയിഷ് ആയിരിക്കും അതിൻ്റെ സ്ലഫ് അകത്തുള്ള. പിന്നെ റെക്കറൻറ്റ് ഹിസ്റ്ററി കാണും. പിന്നെ ഇതിനകത്തും നമ്മൾ ഹിസ്റ്ററിന് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കറൻറ്റ് ഹെർപ്പിസിന് ഇപ്പോൾ ഒരു അഡൾട്ട് പേഷ്യൻ്റ്, ഓൾഡ് ഏജ് പേഷ്യൻറ്റിനൊക്കെ റെക്കറൻറ്റ് ഹെർപ്പിസിൻ്റെ ഹിസ്റ്ററിയും കൂടെ കിട്ടും. അതും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ചുണ്ടിൽ മറ്റേ പിന്നെ എന്തോ എച്ച് എന്നൊക്കെ പറഞ്ഞ് പറയത്തില്ലേ, ഗ്രൂപ്പ്ഡ് വെസിക്കിൾസ് ലിപ്പിൽ വരുവാൻ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിനും ഈ ഓൾഡ് ഏജ് ആയി പിന്നെ പേഷ്യൻ്റ് അൺകൺട്രോൾ ഡയബറ്റീസോ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയൊക്കെ വരുമ്പോഴത്തേക്ക്, ഇപ്പം മാലിഗ്നൻസിയൊക്കെ വരുമ്പോൾ അവിടെ ഇമ്മ്യൂണിറ്റി കുറയുമല്ലേ. അങ്ങനെ വരുമ്പം ഇതുപോലെ ജിഞ്ചിവോ സ്റ്റൊമറ്റൈറ്റിസ് വന്നിട്ട് ഓറൽ ഹെർപ്പിസും വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓറൽ ഹെർപ്പിസ് ആകുമ്പോൾ നമ്മൾ ഹെർപ്പിസ് ലേബിയാലിസിൻ്റെ ഹിസ്റ്ററി ചോദിക്കണം. ഹിസ്റ്ററി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും ഞാൻ കണ്ട പേഷ്യൻ്റാണ്. ശരിക്കും മെഡിസിറ്റിയിൽ എനിക്ക് കൺസൾട്ടേഷൻ വന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ഇതുമല്ല, സൈറ്റി ജെല്ല് തേച്ചുകൊണ്ടിരിക്കുക. സൈറ്റി എന്ന് വെച്ചാൽ ആദ്യം കാണുന്നവരൊരെണ്ണം പെട്ടെന്നും കൊടുക്കുമല്ലോ, കൺസൾട്ടേഷനൊക്കെ പിന്നെ എഴുതത്തുള്ളൂ. സൈറ്റി ചെന്നിട്ട് കൊച്ചു നിലവിളിയാണ്. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും ഇറക്കാനും പറ്റുന്നില്ല.
അപ്പം ഞാൻ എസൈക്ലോർ കുഞ്ഞിൻ്റെ വെയിറ്റിനനുസരിച്ച് 200 മില്ലിഗ്രാം ത്രൈസ് ഡെയിലി മതിയായിരുന്നു. ശരിക്കും ഇത് 2-3 ഡോസ് അകത്ത് പോയപ്പോഴത്തേക്ക് കൊച്ച് ബെറ്ററായി. അതിൻ്റെ അടുത്ത ദിവസം പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്ത് വിട്ട്. അത്ര ഡ്രമാറ്റിക് ഇമ്പ്രൂവ്മെൻറ്റാണ്. പിന്നെ എസൈക്ലോറിൻ്റെ ഫാർമക്കോളജി എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത്രയും സേഫായിട്ടുള്ളൊരു ഡ്രഗ് വേറെ ഇല്ല. എസൈക്ലോർ ആക്ട് ഓൺ വൈറൽ DNA. ഇറ്റ് വിൽ നോട്ട് ആക്ട് ഓൺ നോ ആക്ഷൻ ഓൺ ഹ്യൂമൻ DNA എന്നാണ്. വൈറൽ DNA മാത്രം. പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ല. ഏത് ഏജിൽ വേണമെങ്കിലും കൊടുക്കാം. കുഞ്ഞിന് കൊടുക്കാം, പ്രഗ്നൻസിയിൽ കൊടുക്കാം, ഏത് ഏജിലും കൊടുക്കാം. വേറെ എന്തെങ്കിലും പിന്നെ റീനൽ പ്രോബ്ലമോ ലിവർ ബ്ലോക്കോ ഉള്ളവർക്ക് കൊടുക്കാം. ആകെ റീനൽ വരുന്നതിന് ക്രിസ്റ്റലൂറിയ മാത്രമേ പറയുന്നുള്ളൂ. ഈവൻ നമുക്ക് ഡോസ് കുറച്ച് കൊടുക്കാവുന്ന എസൈക്ലോർ ഇങ്ങനെ കൊടുക്കാവുന്നൊരു ഡ്രഗ്. ഡ്രമാറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇത് ജെനറ്റൽ ഹെർപ്പീസാണ്. ഇവിടെ അതുപോലെ തന്നെ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് റെക്കറൻറ്റ് ഹെർപ്പീസ് ജെനിറ്റേലിയ പേഷ്യൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം. ഹെർപ്പീസ് ജെനിറ്റേലിയ വരുമ്പം അതിൻ്റെ മേളിൽ കൂടെ കാൻഡിഡിയാസും കൂടെ വരും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ട്രീറ്റ്മെൻറ്റ്, ഇതിനകത്തൊരു കാൻഡിഡിയാസും കൂടെ ഉണ്ട് ഈ പേഷ്യൻറ്റിന്. അപ്പോൾ ഫ്ലൂക്കണസോൾ ടാബ്ലറ്റും എസൈക്ലോർ ടാബ്ലറ്റും കൊടുത്ത് കാൻഡിഡ് ക്രീമും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് 5 ദിവസം എടുക്കത്തില്ല. അതിനു മുമ്പ് തന്നെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും. ഇതെല്ലാം ബെഡ്രിഡൻ പേഷ്യൻ്റ് ഞാൻ കണ്ടിട്ടുള്ള കേസാണ്. ഇത് പിന്നൊരു കാര്യം പറയും, ഇതെല്ലാം എൻ്റെ ഓൺ ക്ലിനിക്കൽ ഫോട്ടോസ് തന്നെയാണ്. ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത്രയും കൊണ്ട് ശരിയാവത്തില്ല. ഇതും അതുപോലെ ഹെർപ്പിസ് സോസ്റ്റർ. ഇപ്പോൾ അത് നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഈ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഗ്രൂപ്പ്ഡ് വെസിക്കിൾസ് ഇൻ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്സ് ഡ്യൂ ടു റീആക്ടിവേഷൻ ഓഫ് ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ ഇൻ ദ ക്രേനിയൽ നെർവ്സ് ആൻഡ് പോസ്റ്റീരിയർ റൂട്ട് ഗാംഗ്ലിയ. ഇപ്പോൾ ഇവിടെ നമുക്ക് എസൈക്ലോറിന് പിന്നെ കറക്റ്റ് ഡോസ് കൊടുക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹെർപ്പിസിന് 400 മില്ലിഗ്രാം മതിയെങ്കിൽ ഇവിടെ 800 തന്നെ വേണം. ഇപ്പോൾ 4 to 5 times ഡെയിലി തന്നെ കൊടുക്കുകയും വേണം. മിനിമം 4 times എങ്കിലും കൊടുക്കണം ഇൻറ്റു 7 days. അല്ലെങ്കിൽ വാലസൈക്ലോർ ആണെങ്കിൽ വില കൂടുതലാണ് കുറച്ചുകൂടെ. 1000 മില്ലിഗ്രാം 3 times മതി. 3 times ഡെയിലി ഇൻറ്റു 7 days. പിന്നെ അനാൽജസിക്കുള്ള ബ്രൂഫനും ഡൈക്ലോഫിനാക്കും ഒന്നും കൊടുത്ത് വയറ് കത്തിക്കണ്ട. പാരസെറ്റമോൾ ഈസ് എ വെരി ഗുഡ് ന്യൂറോ അനാൽജസിക്. എനിക്ക് തോന്നുന്നു പാലിയേറ്റീവ് കെയറിൻ്റെ ടോക്കിൽ അത് വരുന്നുണ്ട് പാരസെറ്റമോളിനെ പറ്റി അല്ലേ. ഓപ്പിയം പാരസെറ്റമോളൊക്കെ നല്ലപോലെ പറയുന്നുണ്ട്. പാരസെറ്റമോൾ പിന്നെ പ്രീ ഗ്യാബലിൻ 75 മില്ലിഗ്രാം അറ്റ് നൈറ്റ്, അല്ലെങ്കിൽ ഗാബാപെൻറ്റിൻ കൊടുക്കാം 100 മില്ലിഗ്രാം ത്രൈസ് ഡെയിലി. ഇതിൻ്റെ കൂടെ തന്നെ ഹെപ്പറ്റിക് ന്യൂറാൾജിയയ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അക്യൂട്ട് ഫേസിൽ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വിൽ നോട്ട് ഡെവലപ്പ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ. ഇത്രയും വർഷത്തെ അതും ഞാൻ എക്സ്പീരിയൻസിൽ കൂടെ പഠിച്ചൊരു കാര്യമാണ്. ഈ ഒരു റെജീം നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഹെർപ്പിസ് സോസ്റ്റർ ഒരിക്കലല്ലേ വരുന്നത്, ആ വരുമ്പോൾ ഈ ഒരു റെജീം കൊടുക്കുകയാണെങ്കിൽ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ വരത്തില്ല. പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജി എന്ന് പറഞ്ഞാൽ അപ് ടു 1 month ഹെർപ്പറ്റിക് ന്യൂറാൾജിയാണ്. അപ്പോൾ നമുക്ക് പ്രീ ഗ്യാബലിനോ ഗാബാപെൻറ്റിനോ അപ് ടു 1 month കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ എസൈക്ലോർ മാലോസൈക്ലോർ 7 ദിവസം മതി. 7 ദിവസം കൊടുത്ത് നിർത്താം. പക്ഷേ പേഷ്യൻ്റ് അത് കഴിഞ്ഞും പെയിൻ പറയുന്നുണ്ടെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ പ്രീ ഗ്യാബലിൻ ഓർ ഗാബാപെൻറ്റിൻ അപ് ടു 1 month. പക്ഷേ 1 month കഴിഞ്ഞ് പിന്നെ അത് അപ്പോഴത്തേക്ക് മാറും. അപ്പോൾ ഈ ഒരു റെജീം കറക്റ്റ് വിത്തിൻ 24 hours സ്റ്റാർട്ട് ചെയ്യുന്ന പേഷ്യൻറ്റിന് ഭയങ്കര ഡ്രമാറ്റിക് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതാണ് ഈ എസൈക്ലോറിൻ്റെ വാലസൈക്ലോറിൻ്റെ പ്രത്യേകത. ഇപ്പോൾ 4 നേരം കഴിക്കാൻ എന്ന് പറയുന്ന പേഷ്യൻറ്റ് വാലസൈക്ലോർ കൊടുത്താൽ മതി. ഇത് ഞാൻ തന്നെ കണ്ടൊരു പേഷ്യൻ്റാണ്. ഗ്രൂപ്പ് 2 വെസിക്കിൾസ് ഇവിടെ ഉണ്ട്. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ചെറിയൊരു കറുപ്പ് നിറയെ വരത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ മൊത്തം സ്കാറിങ് ഒക്കെ ആയിരിക്കത്തില്ലേ വരുന്നത്. ആ പടവും ഉണ്ട് ഇവിടെ സ്കാറ്. പേഷ്യൻറ്റ് വേറെ ഒന്ന് മിസ്മാനേജ് ചെയ്തിട്ട് ഈ സ്കാറ് മാറ്റാൻ എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പം എനിക്ക് കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വിട്ടു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ സ്കാറിന്. അടുത്തത് സ്കേബീസാണ്. സമയമുണ്ടല്ലോ അല്ലേ? ഞാൻ അത്യാവശ്യം വേണ്ട മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. സ്കേബീസും കൂടെ നല്ലതായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറയണം. കാരണം അത് ഏറ്റവും കൂടുതൽ ഞാൻ ഹെർപ്പിസ് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്കേബീസ്. അപ്പം നമ്മൾ ജനറലൈസ് ഇച്ചിങ് വരുമ്പോൾ പേഷ്യൻ്റ് അതല്ലേ പറഞ്ഞു കീൻ ഒബ്സർവേഷൻ. ശരിക്കും ഫുൾ ബോഡി നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കിൻ കളേർഡ് പാപ്യൂൾസസ് ആണ് വരുന്നത്. പക്ഷേ മാന്തി ചിലപ്പോൾ അത് എർത്തിമാറ്റസ് പാപ്യൂൾസ് ആയിരിക്കാം, ഇറോഷൻസ് ആയിരിക്കാം, ഹൈപ്പർ പിഗ്മെൻറ്റഡ് മാക്യൂൾസ് ആയിട്ട് വരും, ലീനിയർ ഇറോഷൻസ് വരാം. പിന്നെ അതിൻ്റെ കുറേ സൈറ്റുകളുണ്ട്. നൊക്ടേണൽ പ്രോഡക്റ്റ്സാണ് കൂടുതൽ വരുന്നത്. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വെബ് സ്പേസ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെബ് സ്പേസിൽ സ്കേബീസ് ഇപ്പോൾ ഒട്ടും കാണാനല്ലോ. ഇപ്പോൾ എല്ലാവരും കൈ കഴുകും, സാനിറ്റൈസർ ഉപയോഗം, ഏത് സമയം വാഷ് ബേസിൻ ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. എവിടെ ചെന്നാലും വാഷ് ബേസിനാണ്, എല്ലാവരും സോപ്പിട്ട് കഴുകും. അപ്പോൾ വെബ് സ്പേസിൽ സ്കേബീസ് ഇപ്പോൾ കിട്ടാറേ ഇല്ല എൻ്റെ OP പോലും. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കണം. റിസ്റ്റ്, എൽബോ, ബ്രസ്റ്റ് ഇൻ ഫീമെയിൽ ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ്. നമ്മൾ
ബ്രസ്റ്റിൻ ഫീമെയിൽ എന്ന് വെച്ചാൽ ബ്രസ്റ്റിൽ മാത്രം ലീഷൻസ് വന്നിട്ട് ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന പേഷ്യനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിനൊരു വേറൊരു പേര് തന്നെ ഉണ്ട്, എറ്റിപ്പിക്കൽ സ്കേബീസ് അല്ലെങ്കിൽ ക്ലീൻ സ്കേബീസ് എന്നാണ് പേര് പറഞ്ഞേക്കുന്ന ബുക്കിൽ. പിന്നെ പുരുഷന്മാരിൽ ഇത് ജെനിറ്റേലിയയിൽ വരും, സ്ക്രോട്ടലിൽ മാത്രം വരും. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പേഷ്യനെ കിട്ടി. അവൻ ഗൾഫിൽ 3 വർഷമായിട്ട്, ഗൾഫിൽ നിന്ന് ഇപ്പോൾ ലീവിന് ഇപ്പോൾ വന്നതേ ഉള്ളൂ, 3 വർഷമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. സ്ക്രോട്ടൽ ഇച്ചിങ്, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം എന്നിട്ട് അവിടെ കാണിച്ചപ്പോഴത്തേക്ക് കുറേ സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റും അതും എല്ലാം കൊടുത്തിട്ടൊന്നും കുറവില്ല. അവന് ഭയങ്കര മനപ്രയാസത്തിന് നടക്കുക. ഇൻട്രാക്റ്റബിൾ ഇച്ചിങ് അല്ലേ സ്കേബീസ് എന്ന് പറഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ എൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നോക്കുമ്പം പ്രത്യേകിച്ച് പാടൊന്നുമില്ല, സ്ക്രോട്ടത്തിൽ കൊച്ചു സ്കിന്നിൻ്റെ ആ കളറിൽ തന്നെ കുറച്ച് പാപ്യൂളേ ഉള്ളൂ. ഈ സ്റ്റീറോയിഡൊക്കെ തേക്കുമ്പോൾ അത് മാസ്ക് ചെയ്യും ഭയങ്കരമായിട്ട് സ്കേബീസ്. അപ്പോൾ ഞാൻ പെർമിത്രിൻ ക്രീം മാത്രം കൊടുത്തു. ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കണം എന്നുണ്ട്, ഞാൻ കൊടുത്തില്ല. ഇന്നലെ ഫ്രൈഡേ, കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ പേഷ്യൻ്റ് വന്ന് നമ്മളെ കസേര ഇരിക്കുന്ന ആ സന്തോഷം ഒന്ന് കാണേണ്ടതാണ്. ചൊറിയുന്നില്ല, പിന്നെ ഒട്ടും ചൊറിച്ചിട്ടില്ല, വളരെ സന്തോഷമായി. അപ്പോഴാണ് ആ പയ്യൻ എന്നോട് പറയുന്നത്, അവൻ്റെ സിസ്റ്റർ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, അവിടുത്തെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അവൾ ആമിനാന്ന് പറഞ്ഞു. അവൾ അന്നോട്ട് എന്നോട് പറയുന്നത് സ്കേബീസ് ഉണ്ടോ എന്ന് നോക്കാൻ അവിടുത്തെ ഗൾഫിലെ ഡോക്ടറോട് പറയാൻ. അപ്പോൾ പറഞ്ഞു, ഗൾഫിലെ ഡോക്ടറോട് സ്കേബീസിനെ പറ്റി പറഞ്ഞു. ഇവിടെ ഗൾഫിൽ സ്കേബീസ് ഒന്നും ഇല്ല, ട്രീറ്റ് ചെയ്തില്ല. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് പറഞ്ഞെന്ന്, മാഡം എപ്പോഴും ഹൗസ് ഏജൻസിക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ സ്കിന്നിൻ്റെ എന്ത് അസുഖം മിസ് ചെയ്താലും സ്കേബീസ് മിസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ശരിക്കും അതും എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്. കാരണം മിസ് ചെയ്യരുത്, കാരണം ഈ ചൊറിച്ചിൽ വരുന്നവർക്കേ അറിയാമോ, സിവിയർ ഇച്ചിങ് ആണ്. ഈവൻ ഈ പാലിയേറ്റീവ് പേഷ്യൻസിന് അതേപോലെ അസഹ്യമായ ചൊറിച്ചിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇറോഷൻസ് ഉണ്ടോ എന്ന് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. ചൊറിഞ്ഞ് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള പേഷ്യന് ചൊറിഞ്ഞ് പൊട്ടിയ പാടത്ര അറിയത്തില്ല. അടുത്ത പടം നോക്കാം. ഈ വയറിലൊക്കെ അവിടുത്തെ ഇറോഷൻസ് നമുക്ക് കാണാമല്ലോ, ഉണ്ടല്ലേ, വെബ് സ്പേസ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ടോപ്പിക്കൽ പെർമിത്രിൻ ഓവർനൈറ്റാണ്. അത് തേക്കുന്ന വിധം കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. ഞാനാണെങ്കിൽ ഒരു നോട്ടീസ് അടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ കൊടുത്തിട്ടാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അത് നെക്ക് ടു ഫുട്ട് വരെ 1 ഇഞ്ച് സ്ഥലം പോലും വിടാതെ പെയിൻറ്റ് തേക്കുന്ന പോലെ തേക്കണമെന്നാണ്. അപ്പം മെയിൽ ജനറ്റയിലെ പെനിസിൻ്റെ ടിപ്പിൽ വൃഷ്ണഭാഗത്തൊക്കെ തേക്കണം, പെരിയേനൽ ഏരിയ തേക്കണമെന്നൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കും. പിന്നെ ലിൻഡൈൻ ലോഷനാണ് പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം പെർമിത്രിനൊക്കെ അടുത്ത കാലത്തല്ലേ വന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കബോമ ലിൻഡൈൻ ലോഷനേ ഉള്ളൂ. MBBS പഠിക്കുമ്പോൾ ശരിക്കും ബെൻസോയിറ്റേ ഉള്ളൂ. അതാണെങ്കിൽ 3 ദിവസം പുരട്ടണം. ഇപ്പോഴത്തെ സ്പീഡ് ലൈഫിൽ അതുപോലെ ആരെങ്കിലും തേക്കുമോ? ഇന്ന് രാത്രി തേച്ചുകൊണ്ട് കിടന്ന് നാളെ രാവിലെ ഒന്നുകൂടെ തേച്ച്, നാളെ രാത്രി ഒന്നുകൂടെ തേച്ച്, പിന്നെ അടുത്ത ദിവസം 32 മണിക്കൂർ കഴിഞ്ഞേ കുളിക്കാൻ പറ്റൂ. പക്ഷേ MDക്ക് പഠിക്കുമ്പോഴത്തേക്ക് ലിൻഡൈൻ ലോഷൻ എത്തി. അതാകുമ്പം 10 മണിക്കൂർ മതി, രാത്രി തേച്ചുകൊണ്ട് കിടന്ന് രാവിലെ കുളിക്കാം. പക്ഷേ പെർമിത്രിനേക്കാളും കുറച്ചുകൂടി ഇഫക്റ്റീവ് ലിൻഡൈൻ ലോഷനാണ്. പക്ഷേ അത് ഈ ഇറോഷൻസിൽ തേക്കുമ്പോൾ കുറച്ച് അബ്സോർബ് ചെയ്ത് അകത്ത് പോയിട്ട് അത് ന്യൂറോടോക്സിറ്റി പറയുന്നുണ്ട്. ചിലർക്ക് തല കറങ്ങും രാവിലെ എണീക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ ഐവർമെക്റ്റിനും കൂടെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് സെക്കൻഡറി ഇൻഫെക്ഷനായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ഐവർമെക്റ്റിനും കൊടുക്കും, ആൻറ്റിബയോട്ടിക്കും കൊടുക്കും. ഐവർമെക്റ്റിൻ ഈ ബ്ലഡിൽ കൂടെ പോയിട്ട് ഈ മൈറ്റിനെ നശിപ്പിക്കുകയോ ചെയ്യുന്നത്, ഒരു ആൻറ്റിബയോട്ടിക് പോലെ. പിന്നെ ട്രീറ്റ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി വെദർ സിംറ്റമാറ്റിക് ആർ നോട്ട്, അത് ഇമ്പോർട്ടൻ്റ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാം കാരിയർ ആയിരിക്കും. ഇപ്പോൾ ബെഡ്രിഡൻ പേഷ്യൻ്റാണ്, മറ്റേ കൂടെ വീട്ടിലുള്ള എല്ലാവരും തേക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരത്തില്ല. എത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടാണെന്നറിയാം അവർ സമ്മതിക്കുന്നത് തേക്കാമെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം കുളിച്ചിട്ട് ഡ്രസ്സ് ബെഡ്ഷീറ്റ് എല്ലാം സോപ്പിട്ട് കഴുകി വെയിലത്തുണക്കണം. അത് ഡെറ്റോളി മുക്കരുതെന്ന് പിന്നെ അവിടെ ഞാൻ എടുത്ത് പറയും. ശരിക്കും നല്ലപോലെ വെള്ളം കുടിക്കണം, തൊണ്ടയിലെ വെള്ളമൊക്കെ പോകും. ഈ പേഷ്യൻറ്റിനോട് പറഞ്ഞ് നല്ല പാടാണ്. ഇപ്പോഴത്തെ ജനം മാറിപ്പോയില്ല, നമ്മൾ ഡോക്ടർമാർ മാറിയൊന്നും എനിക്കറിയാം. പേഷ്യൻ്റ് ഒരുപാട് മാറിപ്പോയി, വലിയ പാടാണ്. ഇതിനകത്തൊന്നും ആഡ് ചെയ്യാനില്ലല്ലോ, ബ്രീതിങ് സ്കേബീസ് ഒന്നുമില്ല. പിന്നെ എക്സീമ. ഇപ്പോൾ എക്സീമയും ടീനയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എനിക്ക് അത്രേ പറയാനുള്ളൂ ഇതിനകത്ത്. എക്സീമ മറ്റേതിനാണെങ്കിൽ ഒരു ബോർഡർ വരുമല്ലോ, എക്സീമയ്ക്ക് ആ ബോർഡർ ഇല്ല. അപ്പോൾ അത് എക്സീമ വരുമ്പോൾ നമ്മൾ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡ്രൈ സ്കിൻ കൊണ്ട് തന്നെ എക്സീമ വരാം. ബേസിക് കോസ് ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ എക്സീമയുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ് 1 വീക്ക് കൊടുത്തിട്ട് ഡ്രൈ സ്കിന്നിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഡ്രൈ സ്കിന്നിനും പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം കൊടുക്കണം. പിന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇച്ചിങ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയ സ്കെയിലിങ് സ്കാൽപ്പിൽ, ഇയർ ഫോൾഡിലൊക്കെ വരാം. പിന്നെ ഈ ചില ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യൻറ്റ്, ആൻറ്റി എപ്പിലെപ്റ്റിക്സ് കഴിഞ്ഞ പേഷ്യൻറ്റിനൊക്കെ സെബോറിക് ഡെർമറ്റൈറ്റിസ് സിവിയറായിട്ട് വരും. അത് ട്രീറ്റ്മെൻറ്റ് ടോപ്പിക്കൽ കീറ്റോകോണസോൾ ക്രീമും ഷാമ്പുവും കൊടുത്താൽ മതി. 10 മിനിറ്റ് തലയിൽ പതച്ച് വെച്ചിട്ട് കഴുകിക്കളയണം. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അതിപ്പോൾ നേരത്തെ പറഞ്ഞു, ഡെറ്റോള്, ക്ലോർഹെക്സിഡിൻ. അത് കൂടാതെ വരുന്നത് നിയോസ്പോറിൻ പൗഡറാണ്. കാരണം എനിക്കിപ്പോഴും അറിയാം, ഞാൻ MBBS പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് മ്യൂപ്രോസിനും ഫ്യൂസിഡിക് ആസിഡൊന്നും ഇല്ല. അന്ന് നിയോസ്പോറിൻ ഓയിൻമെൻറ്റും സോഫ്രാമൈസിനും, അത് രണ്ടും ഇന്ന് അലർജിയാണ്. അന്ന് പെൻസിൽ ഇഞ്ചക്ഷൻ വീട്ടിൽ നിന്നും തൊട്ടടുത്ത ആശുപത്രി പോയി ഇഞ്ചക്ഷൻ കുത്തത്തില്ലായിരുന്നു മസിലിൽ, അന്നക്കാലത്ത് 70s. ഇപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കുത്താൻ പറ്റുമോ?
അതേപോലെ ഔട്ടായ 2 സാധനങ്ങളാണ് നിയോസ്പോറിനും സോഫ്രാമൈസിനും. നല്ല അലർജിയാണ്. കാരണം ഡെർമറ്റോളജിസ്റ്റിന് അങ്ങനെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ അലർജി കാണുന്നത് നമ്മളാണല്ലോ. നിയോസ്പോറിന് അലർജി. ഈവൻ ഒരു ക്രോണിക് നോൺ ഹീലിംഗ് അൾസറിൽ നിയോസ്പോറിൻ പൗഡറോ ഓയിൻമെൻറ്റോ ഇട്ടുകൊണ്ടിരുന്നാൽ അതങ്ങ് ബ്ലഡിൽ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഫുൾ ബോഡി ഇച്ചിങ് ആയിട്ട് വരും. അതിന് ഒരു പേരുണ്ട്, ഇൻഡിറപ്ഷൻ എന്നാണ് പറയുന്നത്. ഇൻഡിറപ്ഷൻ, ഫുൾ ബോഡി അതിൻ്റെ കൊണ്ട് തന്നെ ചൊറിയും. നിയോസ്പോറിൻ വെറ്റ് വൈപ്സ്, ഫ്രാഗ്രൻസ്, അത് ഞാൻ പറഞ്ഞു, ഡെറ്റോള്. ഇതാണ് ഒരു പിക്ചറാണ്. ശരിക്കും ഇപ്പം കംഫർട്ട് എന്ന് പറഞ്ഞൊരു നല്ല വാക്ക് ഒരു കമ്പനിക്കാരെ എടുത്തുകൊണ്ട് പോയി. അത് എന്ത് കെമിക്കലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഇപ്പം പല പല കളറിൽ ഇറങ്ങുന്നുണ്ട്, നീല, റോസ്, പച്ചയൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇച്ചിരി മൈഗ്രെയിൻ ഉള്ള കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുന്ന പേഷ്യൻ്റ്, എനിക്ക് മണം കേൾക്കുമ്പോൾ തന്നെ തലവേദന വരുന്ന ഒരാളാണ്. ശരിക്കും ഇതൊരു മെയിൽ പേഷ്യൻ്റാണ്. ശരിക്കും കംഫർട്ട് ഈ ഡ്രസ്സിൽ മുക്കുമ്പോഴത്തേക്ക് അത് വിയർപ്പിൽ കൂടെ കഷത്ത് കയറത്തില്ലേ, എന്നിട്ട് അലർജി വന്നതാണ്. അപ്പോൾ അതും നമ്മുടെ ടീനിയും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഇവിടെ ആക്റ്റീവ് ബോർഡർ ഇല്ല. പിന്നെ നല്ല വെളുത്ത പേഷ്യൻ്റായതുകൊണ്ട് ചോപ്പ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയും അവോയ്ഡ് കോസേറ്റീവ് അലർജൻ, കോർട്ടിക്കോസ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ് ഒറ്റ ആഴ്ച ഇട്ടാൽ മതി, 1 വീക്ക് കൊണ്ട് മാറും. പക്ഷേ കഴുകി വെച്ചേക്കുന്ന ഡ്രസ്സ് മൊത്തം എടുത്ത് ഒന്നുകൂടെ സോപ്പിട്ട് കഴുകാൻ പറയും ഞാൻ. ഈ കംഫർട്ടൊക്കെ ഈ ബെഡ്റിഡൻ പേഷ്യൻ്റ് വരുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, രാവിലെ ഡിസ്കഷൻ വന്നപ്പോൾ യൂറിൻ്റെ സ്മെല്ല് അത് ഒഴിവാക്കാൻ വേണ്ടി ഡെറ്റോൾ ടൺ കണക്കിന് വാങ്ങിക്കുന്നു ഓരോ വീട്ടുകാർ. അതിൻ്റെ കൂടെ ഇപ്പം കംഫർട്ട് വാങ്ങിച്ചു തുടങ്ങി സ്മെല്ല് പോകാനായിട്ട്. പിന്നെ ലൈക്കൻ പാനസും, ഇപ്പോൾ സപ്പോസ് ഒരു പേഷ്യൻ്റ് കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ജനറലൈസ്ഡ് ലൈക്കൻ പാനസും സിവിയർ ഇച്ചിങ്, അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണിക്കണം. ഡെർമറ്റോളജിസ്റ്റിനെ വിളിച്ച് കാണിക്കണം. ഇല്ലേ പ്രീതി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറ. ലൈക്കൻ പ്ലാനസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഇനീഷ്യലി സിവിയർ പ്രൂറിറ്റിസ് ആയിരിക്കും, നമ്മൾ സ്കേബീസ് പോലെ തന്നെ. ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ സ്കേബീസ് ഇപ്പോൾ ഫിംഗർ വെബ്സിലില്ല, പക്ഷേ ഫ്രണ്ട് ഓഫ് റിസ്റ്റിലുണ്ടാവും. അതുപോലെയാണ് ലൈക്കൻ പ്ലാനസ്. ബട്ട് സ്കേബീസിൽ യു ഗെറ്റ് പാപ്യൂൾസ് ഇറോഡഡ്. ഇവിടെ ഇറോഷൻ ഇല്ല, ഇവിടെ ആ ഒരു കളറാണ്, ഒരു വൈലേഷ്യസ് കളർ. ആൻഡ് യു കെൻ സീ നമ്മളെ ഫോർ ആംസിൽ, ലെഗ്സിൽ ജനറലൈസ്ഡ് ആയിട്ട് ഉണ്ടാവും. ലോക്കൽ ആണെങ്കിൽ യു ക്യാൻ ഗിവ് ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ്, ബട്ട് ജനറലൈസ്ഡ് ആണെങ്കിൽ യു ഹാവ് ടു ഗിവ് സ്റ്റിറോയിഡ്സ്, സിസ്റ്റമിക് സ്റ്റിറോയിഡ്സ് കൊടുക്കണം. അത് നമ്മൾ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് സംതിങ് കോൾഡ് ആൻ ഓറൽ മിനി പൾസ്, where you just give steroids for 1 or 2 days a week. അപ്പോൾ പേഷ്യൻറ്റിന് എക്സ്റ്റൻഷൻ കുറക്കാം. ബിക്കോസ് ഇത് വന്നു പോയി കഴിഞ്ഞാലും കൂടുതൽ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് പിഗ്മെൻറ്റേഷൻ, ഒരു കറുപ്പ് പാടുണ്ട്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ മേ ബി ഇറ്റ് വിൽ സബ്സൈഡ്, ഒരു 1.5 കൊല്ലം കൊണ്ട് അതങ്ങ് മാറിപ്പോകും. ബട്ട് ഇച്ചിങ് സിവിയറാണ്. യെസ്, ദാറ്റ് ഇസ് എ പ്രോബ്ലം. ലൈക്കൻ പാനസ് ഈസ് എ സ്റ്റിറോയിഡ് ഡിപ്പെൻഡൻറ്റ്. സ്റ്റിറോയിഡ് തന്നെ ട്രീറ്റ്മെൻറ്റ്. മിനിപ്പൾ സ്റ്റിറോയിഡാണ്. ജനറലൈസ് ആണെങ്കിൽ ഇത് കൊടുക്കണം. ഭയങ്കര നല്ല റിസൾട്ടാണ് മിനിപ്പൾ സ്റ്റിറോയിഡ്. വലിയ സൈഡ് ഇഫക്റ്റും വരത്തില്ല. ഇപ്പം ബീറ്റാമെത്തസോൺ ആണെങ്കിൽ 5 milligram once in a വീക്കാണ് ഞാൻ കൊടുക്കുന്നത്. പ്രെഡ്നിസോലോൺ ആണെങ്കിൽ 40 milligram once in a week. ഒരു 6 months കൊടുക്കുമ്പോൾ അതിന് നല്ലപോലെ മാറിക്കിട്ടും. അടുത്ത സോറിയാസ് ആണ്. സോറിയാസിസും നേരത്തെ ഡയബറ്റീസിൻ്റെ ഇൻസിഡൻസ് കൂടുന്നെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഇൻസിഡൻസ് കൂടുന്നൊരു കണ്ടീഷനാണ് സോറിയാസ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സോറിയാറ്റിക് ആർത്രൈറ്റിസും വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു പേഷ്യൻ്റ് ഇപ്പോൾ സിവിയർ സോറിയാസ് ആയിട്ട് കിടക്കും. ഞാനിപ്പോൾ വീടുകളിൽ പോയി കണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ഒന്ന് നോക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം പ്രീതിയെ വിളിക്കുവാണ്, ഒരു സോറിയാസ്, ജനറലൈസ് സോറിയാസ് പേഷ്യൻ്റ് ഇതുപോലെ ഇത് തിക്ക് അക്യൂട്ട് സോറിയാസാണ്. അപ്പോൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പ്രീതി പറയും. If it is generalized, നമ്മൾ സിസ്റ്റമിക് ഡ്രഗ്സ് കൊടുക്കണം, ലൈക്ക് മെത്തോട്രെക്സേറ്റ്, എപ്രമിലാസ്, സൈക്ലോസ്പോറിൻ ഒക്കെ. ആ പേഷ്യൻറ്റിനോട് നമ്മളൊരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, ബിക്കോസ് ഇപ്പം വീട്ടിൽ വന്ന് ബ്ലഡ് എടുക്കുമല്ലോ, അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട അവരുടെ ബ്ലഡ് റുട്ടീനാണ്, ലൈക്ക് ടോട്ടൽ കൗണ്ടും പ്ലേറ്റ്ലെറ്റ്സും ലിവർ ഫങ്ഷനും. അത് നോർമൽ ആണെങ്കിൽ മെത്തോട്രെക്സേറ്റ് ചീപ്പാണ്, എവറി വീക്ക് നമ്മൾ കൊടുത്താൽ മതി. ബട്ട് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആഡ് ഓൺ ഫോളിക് ആസിഡ് ഓൾസോ, കാരണം ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സൈഡ് ഇഫക്ട്സ് കൊടുക്കാൻ. But on the day of methotrexate, you should avoid giving folic acid. If in case the patient in the liver abnormal aanegi, kidney normal aanegi, you can go for cyclosporin, 3 to 5 milligram per kg. But cyclosporin the problem enna vecha nammal edakku hypertension nokkanam, pinne serum magnesium levels um parayum. Adana cyclosporin speedy recovery aanu, but expensive aanu, and it can nammal stop cheyidayna chelappo pinne flare. ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രഗാണ് എപ്രമിലാസ്റ്റ്, വിച്ച് ഇസ് എ ഫോസ്ഫോഡയസ്ട്രേസ് ഇൻഹിബിറ്റർ ആണ്. അത് ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് നമുക്ക് കൊടുക്കാം. ആൻഡ് വി സേ ദാറ്റ് റീനൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ കൊടുക്കാം, പക്ഷേ ഡോസ് റെഡ്യൂസ് ചെയ്യാം. യു ഗെറ്റ് ഇറ്റ് ഇൻ സ്റ്റാർട്ടർ പാക്സ്, 10 milligram, 20 milligram, 30 milligram.
പേഷ്യൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്കംഫർട്ട് ഉണ്ടാകും, ചിലപ്പോൾ ഒരു വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഡയറിയ വിച്ച് വിൽ സബ്സൈഡ്, ഒരു 2-3 മാസം കൊണ്ട് കുറയും. ആൻഡ് ദിസ് ഇസ് സപ്പോസ് ടു ബി സേഫ്. പിന്നെ ടോപ്പ് ഓഫ് ഇറ്റ് യു ഗിവ് ലിക്വിഡ് പാരഫിൻ, എന്താ പറയുക, ഇമോളിയൻസ് കൊടുക്കുക, സോ ദാറ്റ് ആ പ്രോളിഫറേഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് യു ഷുഡ് ഓൾസോ ചെക്ക് ഫോർ ദ ഡ്രഗ്സ്. ഇഫ് പേഷ്യൻ്റ് ഇസ് ഓൺ ബീറ്റാ ബ്ലോക്കേഴ്സ്, പിന്നെ ജോയിൻറ്റ് പെയിൻസിനൊക്കെ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ അഗ്രവേറ്റ് സോറിയാസിസ്. ഈവൻ ആസ്പിരിൻ ഓൾസോ നോൺ ടു അഗ്രവേറ്റ് സോറിയാസിസ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് നമ്മൾ നോക്കണം, പേഷ്യൻ്റ് കഴിക്കുന്നുണ്ടോ എന്നുള്ളത്. ഹൈപ്പർടെൻസീവ് ഡ്രഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അറ്റനിലോളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, മെറ്റപ്രലോളൊക്കെ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് പകരം വേറെ ഡ്രഗാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ഈ ഡ്രഗ് ഒന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല. പിന്നെ അപ്രിമിലാസിന് പിന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സപ്പോസ് ആർത്രൈറ്റിസും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ല റിസൾട്ടാണ് അപ്രിമിലാസ്റ്റ്. ആകെ ഈ പറഞ്ഞ ഗ്യാസ്ട്രൈറ്റിസ് ആണ് ആകെ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ അതർവൈസ് നല്ല ഡ്രഗാണ്. പക്ഷെ അത്ര മെത്തോറിസിൻ്റെ അത്ര ഇഫക്റ്റീവ് അല്ല. പിന്നെ സപ്പോസ് ഇപ്പം പേഷ്യൻ്റ് ആർത്രൈറ്റിസ് ഉണ്ട്, സിവിയർ സോറിയാസും ആണ്, നമുക്ക് മെത്തോട്രസേറ്റ് കൊടുക്കുന്ന റീനൽ പ്രോബ്ലം, ലിവർ പ്രോബ്ലം ഇല്ല, ബാക്കി ഇൻവെസ്റ്റിഗേഷനൊക്കെ നോർമൽ ആണെങ്കിൽ വി ക്യാൻ കമ്പൈൻ മെത്തോട്രസേറ്റ് വിത്ത് അപ്രിമിലാസ്റ്റ്. അപ്പോൾ അതെപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ, നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യാതെ. പിന്നെ ടോപ്പിക്കൽ സ്റ്റിറോയിഡ് ദേഹം മൊത്തം ഇടാൻ കൊടുക്കരുത്. കഴിഞ്ഞ 1 വർഷം തന്നെ എനിക്കൊരു 4 പേഷ്യൻ്റ് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി സപ്രഷൻ കിട്ടിയിട്ടുണ്ട്, ടോപ്പിക്കൽ സ്റ്റിറോയിഡ് കൊണ്ട് മാത്രം. കാരണം സ്കിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര അബ്സോർഷനാണ്. ഇപ്പോഴും ഒരു പേഷ്യൻ്റ്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പേഷ്യൻറ്റിന്, ഒരു ലേഡി പേഷ്യൻറ്റ്, ഒരു 10-20 ട്യൂബെങ്കിലും ക്ലോബിറ്റസോൾ ഓയിൻമെൻറ്റ് തേച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം മൊത്തം സോറിയാസിന്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ചുമചുമായിരിക്കും അദ്ദേഹം മൊത്തം ഫസ്റ്റ് ലാർ സോറിയാസ് ആയിട്ട്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ സീറം കോർട്ടിസോൾ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 to 20 ഒക്കെ വരുന്നത്. പേഷ്യൻറ്റിന് 1 താഴെ ഉള്ളൂ, 0.4 ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ എൻഡോക്രൈനോട് എടുത്ത് വിട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇനി ചിലപ്പോൾ 1-2 ആഴ്ച എടുക്കും അത് നോർമലായി വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ടോപ്പിക്കൽ സ്റ്റിറോയിഡ് ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല സോറിയാസിൻ്റെ. കുറച്ച് പ്രീതി പറഞ്ഞ പോലെ കുറച്ച് ചെറിയ ലീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ് ഒരു ഷോർട്ട് പീരിയഡ് കൊടുക്കാം, ഷോർട്ട് പീരിയഡ്, നോട്ട് കണ്ടിന്യൂസ്. ദെൻ കോമൺ ക്ലിനിക്കൽ പാറ്റേൺസ് ഓഫ് ഡ്രഗ് റിയാക്ഷൻ ഒത്തിരി വരാനുണ്ട്. കാരണം ഒരു അലർജിയെ പറ്റി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് അലർജി ഡെവലപ്പ്. അലർജിയുടെ മീനിങ് തന്നെ അതാണ്, സെൻസിറ്റൈസേഷൻ പീരീഡ് എന്ന് പറയും. മിനിമം 7 days ക്യാൻ ബി സോ മെനി ഇയേഴ്സ് എന്നാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ് ആണെങ്കിൽ നമ്മളൊരു ഡ്രഗ് റിയാക്ഷൻ സസ്പെക്ട് ചെയ്യുമ്പം അലർജി വരാവുന്നൊരു ഡ്രഗ് ആണെങ്കിൽ നമ്മൾ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്തണം. അലോപ്യൂരിനോൾ, അതിനൊക്കെ നല്ലപോലെ അലർജി വരുന്നുണ്ട്. ഇപ്പോൾ എക്സാൻതിമറ്റിക് സെറപ്ഷൻ വലിയ കുഴപ്പമില്ല. എസ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ്, ഫിക്സഡ് ഡ്രഗ് ഇറപ്ഷൻ, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, ടോക്സിക് എപ്ലോമൻ അക്രോലിസ് ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പം വരുന്നുണ്ട്. അർട്ടിക്കേരിയ ആൻജിയോഡീമ. പിന്നെ ഫിക്സഡ് ഡ്രഗ് ഇറപ്ഷൻ ഈ അടുത്തിടയ്ക്ക് ഒത്തിരി ജനറലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും നമ്മൾ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോമാണെന്ന് വിചാരിക്കുന്ന രീതിയിൽ അതിൻ്റെ കോസറ്റീവ് ഡ്രഗ്സ് ഈവൻ പാരസെറ്റമോളിന് വരെ വരുന്നുണ്ട്. മെഫനാമിക് ആസിഡ് സിവിയർ ആയിട്ടാണ് വരുന്നത്. നാപ്രോക്സൻ, ഓക്സിക്കാം, എർത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ ഗ്രൂപ്പ് എല്ലാം വരും. ആംപിസിലിൻ, നേരത്തെ അതിനകത്ത് സിപ്രോഫ്ലോക്സസിൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ബ്ലാഡർ അതിനകത്ത്. അപ്പോൾ സിപ്രോഫ്ലോക്സിൻ കഴിയുന്ന ഒഴിവാക്കുന്നതാണ് നല്ലത്, ഡ്രഗ് റിയാക്ഷൻ വളരെ കൂടുതലുള്ള. ഫ്ലൂക്കോണസോഡ് അത് പ്രസൻറ്റ് ചെയ്യുന്ന ഈ ഒരു പിഗ്മെൻറ്റേഷനാണ് ഇതിൻ്റെ പാത്തോഗ്നോമോണിക് സൈൻ. വെസിക്കിൾസാണ് വരുന്നത്. അപ്പം ബാക്കിയുള്ള ബുള്ളസ് ഡിസീസ് നമ്മൾ ഡിഫറൻസ് ഇതാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ആദ്യം എറിത്തിമാറ്റസ് പാച്ചായിട്ട് വരും, അതിൻ്റെ നടുക്ക് ബ്ലിസ്റ്ററിങ് വന്നിട്ട് ബുള്ളയും വെസിക്കിളുമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയും സ്റ്റിറോയിഡ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമിക് സ്റ്റിറോയിഡാണ്, ഷോർട്ട് കോഴ്സ് ഓഫ് സിസ്റ്റമിക് സ്റ്റിറോയിഡ്. ദെൻ കമ്മിങ് ടു ഡെലൂഷൻ, പാരസൈറ്റോസിസ്, സൈക്കോജനിക് പ്രൂട്ടസ് ആരും ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ഇല്ലല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഒരു എബോവ് 60 ഒക്കെ വരുന്നേക്ക് ആൾക്കാർക്ക് വേറെ ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തൊരു ഈ ഡെലൂഷൻ പാരസൈറ്റോസ് പറയുന്നുണ്ട്. അത് മൈൽഡ് ആവാം, മോഡറേറ്റ്, സിവിയർ, ഈ 3 ഗ്രേഡിലോട്ട് പോകും. അപ്പം മൈൽഡ് ഡെലൂഷൻ പാരസൈറ്റോസിന് കറക്റ്റായിട്ട് പറയും, തലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമെന്ന് പറയുന്നൊരു സ്റ്റേജുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കയ്യിൽ ചീപ്പുമായിട്ട് വരുന്ന പേഷ്യൻ്റുണ്ട്. ഇപ്പോൾ ഈ പേഷ്യൻ്റൊക്കെ ചീപ്പുമായിട്ട് എൻ്റെ അടുത്ത് വന്ന പേഷ്യൻ്റാണ്. ചീപ്പ് ഇങ്ങനെ എടുത്തിട്ട് അതുകൊണ്ട് ഇരിക്കുന്നുണ്ടോ സാധനം, നമുക്ക് ഒരു ചെളിനെ കിട്ടി എൻ്റെ കയ്യിലെന്ന് പറയും പേഷ്യൻ്റ്. എന്നിട്ട് മുടിയെല്ലാം ഇങ്ങനെ പിച്ചി എടുക്കും. അലോപേഷ്യ ഏരിയയിൽ ഇതും തമ്മിൽ നല്ലതായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു നല്ല ഡ്രഗ് ഇല്ല. പക്ഷേ ഇന്നൊരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഡ്രഗ് ഉണ്ട്, വലിയ സൈഡ് എഫക്റ്റ് ഇല്ല. തുടങ്ങുന്നതിന് മുമ്പ് ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ബോർഡർ ലൈനിൽ നിൽക്കുവാണെങ്കിൽ ഇത് കഴിക്കുമ്പം ഇത് ഷുഗർ കൂടാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് സൈഡ് എഫക്റ്റ് ന്യൂറോളജിസ്റ്റൊക്കെ ഏറ്റവും കൂടുതൽ എഴുതുന്ന ഡ്രഗാണ്. ഒളാൻസെപ്പിൻ 2.5 mg അറ്റ് നൈറ്റ്. ആദ്യം ഞാൻ 2.5 mg കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ
ഒരു 10 ദിവസം 10 ഗുളിക എഴുതും. 10 ദിവസം കഴിച്ചിട്ട് വൈസാറിൻ്റെ അടുത്ത് വന്ന് വിവരം പറയാൻ പറ്റും. ഇപ്പം ചൊറിച്ചിലും ഇല്ല, കഴിഞ്ഞു തീർന്നു, പിന്നെ ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അപ്പം ഞാനത് ആ ഡോസ് തന്നെ കണ്ടിന്യൂ. അത് കുറവില്ലെന്ന് പറയുകയാണെങ്കിൽ 5 മില്ലിഗ്രാമിൽ പോകത്തുള്ളൂ. അപ്പോൾ അതിലും കുറഞ്ഞില്ലെങ്കിൽ ഡോസ്പിറിഡോൺ വേണ്ടി വരും. അത് പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിട്ടിട്ടേ കൊടുത്തുള്ളൂ. കഴിഞ്ഞു, ഇനി അധികം ഇല്ല, ഇതേ ഉള്ളൂ. പിന്നെ വാസ്കുലേറ്റിക് അൾസറൊക്കെ ശരിക്കും അണ്ടർലൈൻ കോസ് ഇൻവെസ്റ്റിഗേഷൻ വേണം. പിന്നെ ബേസൽ സെൽ സ്കിന്നിന് വരുന്നൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബേസൽ സെൽ കാർസിനും ഇപ്പോൾ കോമൺ. അത് ലോക്കലി ഇൻവേസീവ് ക്യാൻസറാണ്. അത് എക്സിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല റിസൾട്ടാണ്. അപ്പം പേഷ്യൻ്റ് കിടപ്പ് രോഗിയാണെന്ന് ചോദിച്ചാൽ അത് എക്സിഷൻ ചെയ്യിക്കരുത്. ബുള്ളസ് പെംപിഗോയിഡാണ്. പിന്നെ ഈ ഹെർപ്പിസും സ്കേബീസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ കാണുന്ന ബുള്ളസ് പെംപിഗോയിഡാണ്. പിന്നെ ഡയബറ്റീസിന് ഇപ്പം ഗ്ലിപ്റ്റിൻസിൻ്റെ ഉപയോഗം കൂടിയത്. ഗ്ലിപ്റ്റിൻസ് എസ്പെഷ്യലി സ്കിന്നി ഗ്ലിപ്റ്റിൻ ബുള്ളസ് പെംപിഗോയിഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഗ്ലിപ്റ്റിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ട് സിസ്റ്റമിക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുക വേണ്ടേ. 1 മില്ലിഗ്രാം ട്രീറ്റ്മെൻറ്റ് 1 മില്ലിഗ്രാം പെർ kg/day വെച്ചിട്ട് ഹൈ ഡോസിൽ തുടങ്ങിയിട്ട് പിന്നെ ടേപ്പർ ചെയ്തങ്ങ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. പക്ഷേ 5 മില്ലിഗ്രാം ആൾട്ടർനേറ്റ് ഡേയ്സ് വെച്ച് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ ഗ്ലിപ്റ്റിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ ഓർക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേറെ ആൻറ്റി ഡയബറ്റിക് ഡ്രഗിലോട്ട് പോകേണ്ടി വരും. പെംഫിഗസ് വൾഗാരിസും അതേപോലെയാണ്. ബുള്ളസ് പെംപിഗോയിഡിനേക്കാളും സിവിയറാണത്. അത് ഫ്ലാസിഡ് ബുള്ളെ വന്നിട്ട് ഇറോഷൻസ് ആയിട്ട് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ വരാം. അതിനും ഹൈ ഡോസ് സ്റ്റിറോയിഡ്, മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ഡോസ് കൂടി വരും. 2 മില്ലിഗ്രാം പെർ kg/day ഹൈ ഡോസിൽ തുടങ്ങിയിട്ട് താഴോട്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു വണ്ടർഫുൾ ഡ്രഗ് ഉണ്ട്, ഞങ്ങളിപ്പോൾ അതാ കൊടുക്കുന്നത്, റിറ്റുക്സിമാബ് ഇൻഫ്യൂഷൻ കൊടുക്കും. ഭയങ്കര വണ്ടർഫുൾ റിസൾട്ടാണ്. നേരത്തെ സലൈൻ സോക്ക് ചെയ്ത പ്രായമുള്ള അമ്മയില്ലേ, അമ്മയ്ക്ക് റിറ്റുക്സിമാബ് കൊടുത്തിട്ടാണ് മാറിയത്. പക്ഷേ ആദ്യം 2 ഡോസ് 2 ആഴ്ച ഇടവിട്ട് കൊടുത്തിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞ് 1 ഡോസ് 3 ഡോസ് കൊടുത്താൽ മതി. കൺക്ലൂഷൻ, സ്കിൻ കണ്ടീഷൻസ് among terminal patients should not be neglected. Dermatology proper training is very important. പിന്നെ if dermatology consultation if needed. Thank you for patient hearing. Due to shortage of time, actually we will have to wind up this session quickly, but very informative talk, madam. മൈക്കിന് തന്നെ മതിയായി തോന്നുന്നു, അത് കാരണം ഓണാവുണ്ടായിരുന്നില്ല. Quickly to wrap it up, actually we were supposed to talk about pruritus, which is the unseen. The seen is what you have seen, skin manifestations, but unseen is actually the pruritus. അതിലേക്കൊന്നും പോണില്ല. Only thing is നമുക്ക് അറിയേണ്ടത്, as palliative physicians we should always know that the pruritus is always very close to the pruriceptors are very close to the nociceptors. ഇതിന് രണ്ടിനും ഒരേ പാത്വേ ആണ്, രണ്ടും ഓവർലാപ്പ് ചെയ്യും. And that is the reason when you give opioid, especially morphine, why it brings about itch. There is an overlapping, and also pruriceptors-ന്റെ മാതിരി തന്നെ മോർഫിൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാസ് സെൽസിൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. മാഡം, യു ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ഓക്കെ? അത് മാത്രമല്ല, വിച്ച് ഹാപ്പൻസ് ഇസ് ഏതെങ്കിലും ഒരു റിസെപ്ഷൻ, ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ ആൻഡ് ദെൻ ഇറ്റ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ആൻഡ് ദെൻ ഇറ്റ് കംസ് ടു ദ ഡോസൽ ഹോൺ ഇന്റർന്യൂറോൺസ്. അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഇടാം. ഇറ്റ് ക്യാൻ ബി ഇൻഹിബിഷൻ ഓർ ഇറ്റ് ക്യാൻ എസ്കലേറ്റ് ചെയ്യുമ്പോഴാണ് മുകളിലേക്ക് പോയിട്ടത് സ്പൈനോതെലാമിക് ട്രാക്ട് കൂടെ thalamus and then to the cortex, and then it comes back as itch. Even though it has similarities, very close similarities, there is definitely distinct differentiation. ഒന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു പെയിൻ സ്റ്റിമുലസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the immediate response is to withdraw, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക, പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. whereas ഇതുപോലെ ഒരു ഇച്ച് അല്ലെങ്കിൽ ഒരു pruritus ഉണ്ടായിട്ടുണ്ടെങ്കിൽ the thing is that it actually entails attention. അങ്ങോട്ട് അതിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുക. And what happens is the itch receptors actually produce so many substance P, പിന്നെ bradykinin, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അത് റിലീസ് ചെയ്യുമ്പോൾ then the sensation is to scratch. And എന്താ പറയുക, പൊട്ടണ വരെ ചൊറിഞ്ഞു. അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ പെയിനായിട്ട് മാറും. അപ്പോഴാണ് ചൊറിച്ചിൽ നിൽക്കുക. So close similarity ആണ്. But the main point is നമുക്കറിയണം, 1-2 ആഴ്ച നമ്മൾ ഈ വെറും ചൊറി, മാഡം പറഞ്ഞിട്ടുണ്ട്
ഈ ഡെർമറ്റോളജിയെ ചൊറിയായിട്ട് തരം താഴ്ത്തരുത് എന്ന്. പക്ഷേ നമ്മുടെ കോമൺ പാർലൻസിൽ ചൊറി എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരു സുഖമുണ്ടല്ലേ ആ വാക്ക് കേൾക്കുമ്പോൾ. എന്തായാലും അപ്പോൾ ചൊറി കഴിഞ്ഞിട്ട് അതുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യു ഗിവ് ആൻറ്റിഹിസ്റ്റമിൻസ് ഓർ വാട്ട് എവർ. ഒരാഴ്ച 2 ആഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് tell the person to go for further investigations. It can be caused by, as we all know, malignancy. Diabetes can cause it. So many systemic things. Parathyroid disease can cause it. Simple iron deficiency anemia, polycythemia rubra, vera. The common causes can lead to pruritus, which we should not miss. And systemically, what we usually use, Madam Parnu Ornathina, olanzapine. അതേമാതിരി യൂറീമിയ അസോസിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഗാബാപെൻറ്റിനാണ് യൂസ് ചെയ്യുക. മിർട്ടാസെപ്പിൻ കോളിസ്റ്റേസിസ് പ്രൊഡ്യൂസ് ചെയ്യണതിൽ മിർട്ടാസാപ്പിൻ യൂസ് ചെയ്യാം. ലിംഫോമ മാതിരി ഉള്ളതിൽ മിർട്ടാസെപ്പിൻ യൂസ് ചെയ്യാമെങ്കിലും പ്രെഡ്നിസലോൺ യൂസ് ചെയ്യും അല്ലേ മാഡം? യൂസ് ചെയ്യില്ല. ഓക്കെ, അത് ആ ചെറിയ സാധനങ്ങൾ. ദിസ് എ വാസ്റ്റ് സബ്ജക്ട്, വി ആർ ബിഹൈൻഡ് ഷെഡ്യൂൾ. ലെറ്റ് മീ റാപ്പ് ഇറ്റ് അപ്പ് സേയിങ്, നമ്മൾ ആസ് പാലിയേറ്റീവ് ഫിസിഷ്യൻസ്, as the first line said, keen observation and head to foot examination is very, very essential. Valare, and the eyes will not see what the mind will not know. അത് കാരണം ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ഡിസ്കഷൻസ് ഇനി വരുന്ന നമ്മുടെ മന്ത്ലി മീറ്റിംഗിലാക്കാം. സിമ്പിൾ തിങ്സ് ഇസ്, 1, ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഒരു പ്രിവെൻറ്റീവ് പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് അറിയേണ്ടത്. കൊടുക്കാൻ പറ്റുമോ മാഡം? വേറെ കോട്ടൺ ഡ്രസ്സ് എത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം സിന്തറ്റിക്കിലോട്ട് പോയതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായത്. കോട്ടൺ ഗാർമെൻറ്റ്സ്, ലൂസ് കോട്ടൺ ഗാർമെൻറ്റ്സും കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുക. പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ചൂടുവെള്ളത്തിൽ കുളിയും കൂടിയിട്ടുണ്ട്, തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം. പിന്നെ സോപ്പ് ഉപയോഗിക്കണം. പിന്നെ പറഞ്ഞത് ഈ സ്ക്രബ് ഉപയോഗിക്കുന്നത്, അതെല്ലാം ഫംഗൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റൈറ്റ് ട്യൂബും ട്രെക്യോസ്റ്റമിയും ഉള്ള പേഷ്യൻസിന് എപ്പോഴും ഡ്രൈ മൗത്ത് ഉണ്ടാവും. ഈ പേഷ്യൻസിന് ഓറൽ കാൻഡിഡിയാസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു പ്രൊഫൈലാക്സിസ് ആയിട്ട് ഫ്ലൂക്കോണസോൾ കൊടുക്കണമോ? ചോദിക്കുകയാണ് ഞങ്ങൾക്ക് അറിയില്ല. വേണ്ട. ഓക്കെ, ഒലാൻസെപ്പിൻ എത്ര കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുക ഫോർ സിസ്റ്റമിക് pruritus? ഡെലൂഷൻ പാരസൈറ്റോസ് ആക്ച്വലി സൈക്യാട്രിക് പ്രോബ്ലം. ഈ ഫ്രോണ്ടൽ ലോബ് ബ്രെയിനിൽ ചേഞ്ചസ് വന്നിട്ടാണ് ഈ ഡെലൂഷൻ പാരസൈറ്റോസ് വരുന്നത്. അപ്പോൾ നമ്മൾ സൈക്യാട്രിക് ഡ്രഗ്സ് ലൈഫ് ലോങ് കൊടുക്കേണ്ടി വരും. ഒലാൻസെപ്പിൻ ലൈഫ് ലോങ് കൊടുക്കണം. വേറെ ഈ ഡെലൂഷൻ പാരസൈറ്റോസിന് വേറെ കോഴ്സ് റൂൾ ഔട്ടാണ്. അവർ ആ ടിപ്പിക്കൽ ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഹിസ്റ്ററി കറക്റ്റായിട്ട് പറയുമല്ലോ. പിന്നെ ഓൾഡ് ഏജ് ആകുമ്പോൾ നമ്മളെപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമല്ലോ, അൾട്രാസൗണ്ടും സ്കാനും ഒക്കെ ചെയ്യുന്നു. We can wind up this session. That is what. So we would have further discussions in the monthly meetings. So since we are we breaking up for lunch or where? No, there's another session waiting. So we really thank Dr. Radhamani for the lovely, exhaustive, detailed session on dermatology, and Dr. Preeti contributing in a very positive way to the discussion. Thank you very much.